ഇന്നിവിടെ പറഞ്ഞതുപോലെ ആത്മാഭിമാനികളായിട്ടുള്ള സ്ത്രീരത്നങ്ങൾ എന്നുള്ളതാണ് വിഷയം. പക്ഷേ ഇന്നിവിടെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ടായിരുന്നു. ഒരു 8 ദിവസത്തെ തമിഴ്നാട് യാത്ര കഴിയാറായപ്പോൾ കണ്ണിൽ വളരെ വലിയൊരു കുരു വന്നു. അതിൻ്റെ നീര് മുഖത്തേക്കെല്ലാം ഇറങ്ങി. കണ്ണ് കാണാമെങ്കിലല്ലേ ഇറങ്ങി വരാൻ പറ്റൂ. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്താണെങ്കിലും കുരു ഇപ്പോഴും ഉണ്ടെങ്കിലും ഇത്രയും ഭേദമായി. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കാൻ സാധിക്കുന്നത്. എല്ലാം ഈശ്വരാനുഗ്രഹം. നമുക്കറിയാം, ഇന്ന് സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? മത്സ്യത്തെ പോലെ നമുക്ക് വെള്ളത്തിൽ നീന്താൻ സാധിക്കും, പക്ഷികളെ പോലെ ആകാശത്തിൽ പറക്കാനും സാധിക്കും. പക്ഷേ നമ്മൾ മത്സ്യമാണോ ശരിക്കു പറഞ്ഞാൽ? നമ്മൾ ശരിക്കു പറഞ്ഞാൽ പക്ഷിയാണോ? അല്ല. നമ്മൾ എന്താണ്? മനുഷ്യനാണ് അല്ലേ? അപ്പം നമ്മൾ പക്ഷികളെപ്പോലെ ജീവിക്കാനും മത്സ്യത്തെ പോലെ ജീവിക്കാനും ആണോ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ്. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇന്നും അതിനുള്ള കല ശരിക്കും പഠിച്ചിട്ടില്ല. ബാക്കിയുള്ളവരുടെ കലയെല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഒരു നല്ല വ്യക്തിത്വമാകാൻ, ഒരു നല്ല വ്യക്തിയാകാനുള്ള കല നമ്മൾ ഇന്നും പരിശീലിക്കേണ്ടി ഇരിക്കുന്നു. നമ്മളപ്പോൾ ഈ കല എങ്ങനെയാണ് പരിശീലിക്കുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, യദ്യദാചരതി ശ്രേഷ്ഠ തത്തത് ദേവേ തരോജനഃ. അതായത് ആചാര്യന്മാർ എന്താചരിച്ച് കാണിക്കുന്നുവോ അത് നമ്മൾ പിന്തുടരണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സ്ത്രീരത്നങ്ങളുടെ ചരിതങ്ങൾ എടുക്കുന്നത്. എന്തിനാണ്? അതിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇത് കേൾക്കാനിരിക്കുമോ? ആദിശങ്കരാചാര്യർ പറയുന്നുണ്ട്, പ്രയോജനം അനുദ്ദിശ്യ മന്ദഃ അഭിപ്രവർത്തതേ. പ്രയോജനമില്ലാത്ത കാര്യത്തിന് മണ്ടന്മാർ പോലും പോവില്ല. നമ്മൾ ബുദ്ധിശാലികളല്ലേ അല്ലേ? അപ്പം പിന്നെ നമ്മൾ ഒട്ടും പോവില്ല. അപ്പം പ്രയോജനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, നിങ്ങളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ജീവചരിത്രങ്ങൾ കേൾക്കാനായിട്ട്. പക്ഷേ ഭാരത സംസ്കാരം അനുസരിച്ച് ഈ ആത്മാഭിമാനികളായിട്ടുള്ള സ്ത്രീരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആത്മാഭിമാനം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഇവരെത്രമാത്രം ധാർമ്മികമായിട്ട് ജീവിച്ചോ അതാണ് ആത്മാഭിമാനം. ശരിയല്ലേ? ഈ ധാർമ്മികമായിട്ട് ജീവിക്കുക എന്നൊക്കെ എന്ത് ഈസിയായിട്ടാണ് പറഞ്ഞു പോണത്. പക്ഷെ അതത്ര എളുപ്പമാണോ? അതത്ര എളുപ്പമല്ല. ധാർമ്മികമായിട്ട് ജീവിക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള കരുത്ത് വേണം. വളരെ ശക്തിമാന് മാത്രമേ ധാർമ്മികമായിട്ട് ജീവിക്കാൻ എല്ലാ സമയത്തും പറ്റൂ. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര സ്വാമിയെ ഏറ്റവും ശക്തിയേറിയവൻ, കരുത്തൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ധർമ്മത്തിന് 2 വശങ്ങളുണ്ട്. ഏതാണ്? മുഖ്യധർമ്മം, ഗൗണധർമ്മം. മുഖ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും പ്രധാനമായത്. ഗൗണം എന്ന് പറഞ്ഞാലോ അത്ര പ്രധാനം അല്ലാത്തത്. ഇങ്ങനെ ഒരു 2 വശങ്ങളുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, 2 തെറ്റുകൾ നമ്മളുടെ മുന്നിൽ വന്നാൽ ഏത് സ്വീകരിക്കണം? 2ഉം സ്വീകരിക്കണ്ട അല്ലേ? ഒരു തെറ്റും ഒരു ശരിയും നമ്മുടെ മുന്നിൽ വന്നാലോ ശരി സ്വീകരിക്കണം. 2 ശരി വന്നാലോ 2 എന്താ ചേച്ചി? 2 സ്വീകരിക്കണ്ടേ? 2ഉം കൂടെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? 2 കൂടെ സ്വീകരിക്കാൻ പറ്റില്ല. 2ലും ഏറ്റവും പ്രാധാന്യമുള്ളത്, 2 വെള്ളത്തിലും കൂടെ കാല് വയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലേ? 2ലും ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണോ അത് സ്വീകരിക്കണം. പക്ഷെ അത് സ്വീകരിക്കണമെങ്കിൽ നല്ല കരുത്ത് വേണം. ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? ശ്രീരാമൻ എന്ന രാജാവ് തൻ്റെ റാണിയെയാണ് ഉപേക്ഷിച്ചത്. അതിന് കാരണം തൻ്റെ റാണിയെപ്പറ്റി ഒരു രാജ്യത്തിൽ അപവാദമുണ്ടാകുമ്പോൾ പ്രജകൾക്കിടയിൽ ഭിന്നിപ്പ് വരുന്ന കണ്ടപ്പോൾ തൻ്റെ ഭർത്താവ് എന്നുള്ള പദവിയേക്കാളും ഏതിന് പ്രാധാന്യം കൊടുത്തു? രാജാവെന്നുള്ള പദവിക്ക് പ്രാധാന്യം കൊടുത്തു അല്ലേ? അവിടെ സീത ശ്രീരാമൻ്റെ പത്നിയാകുമ്പോൾ സീതയ്ക്കും ഇതിനോട് ബാധ്യസ്ഥതയുണ്ട്. ഒരു റാണിയാകുമ്പോൾ രാജാവിൻ്റെ ധർമ്മത്തിനോട് ചേർന്ന് നിൽക്കാൻ ബാധ്യസ്ഥതയുണ്ട്. പക്ഷേ ഈ കരുത്ത് ദശരഥൻ കാണിച്ചില്ല. ദശരഥ മഹാരാജാവ് ഒരു രാജാവായിരുന്നു, ഒരു ഭർത്താവായിരുന്നു. കൈകേയി വളരെ അധാർമികമായിട്ടുള്ള ഒരു കാര്യം വന്ന് പറഞ്ഞപ്പോൾ ഭർത്താവെന്നുള്ള ദശരഥൻ
ഭാര്യ എന്ന് പറയുന്ന കൈകേയി പറയുന്നത് കേട്ടു. എന്നാൽ അവിടെ രാജാവെന്നുള്ള ദശരഥൻ റാണി എന്നുള്ള കൈകേയി അധർമ്മമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അത് വെട്ടിക്കളയണമായിരുന്നു. അപ്പോൾ അവിടെ വെട്ടിക്കളയുന്ന എന്താണ്? കൈകേയിക്ക് കൊടുത്ത പ്രതിജ്ഞ അല്ലേ? ഇപ്പം പ്രതിജ്ഞയാണോ വലുത്, ധർമ്മമാണോ വലുതെന്ന് ചോദിച്ചാൽ ധർമ്മമാണ് വലുത്. കാരണം എന്തും ധർമ്മത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ആയുധം എടുക്കില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് ആയുധം എടുത്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ വാക്ക് തെറ്റിച്ചില്ലേ? ഭഗവാൻ പറയുന്നു, അവിടെ ആയുധം എടുത്തില്ലായിരുന്നെങ്കിൽ അധർമ്മം സംഭവിക്കും. ഏത് പ്രതിജ്ഞയും ഏത് വാക്കും എന്തിനെ കാത്തു സൂക്ഷിക്കാനാണ്? ധർമ്മത്തിനെ കാത്തു സൂക്ഷിക്കാനാണ്. പക്ഷേ ഈ മുഖ്യധർമ്മത്തിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ആളുകൾ പറയുന്നു, എന്നാലും ശ്രീരാമൻ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചില്ലേ? ചിദാനന്ദപുരി സ്വാമിജി പറയും, സ്വന്തം ഭാര്യ ഇല്ലാതെ പിന്നെ ആരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും? എന്നാലും ശ്രീരാമൻ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിന് കാരണം എന്താണ്? നമ്മൾ ഇന്നത്തെ ലോകത്താണ് ജീവിക്കുന്നത്, ഇന്നത്തെ രാഷ്ട്രീയക്കാരെയാണ് കാണുന്നത് അല്ലേ? രാഷ്ട്രീയക്കാരെന്താണ് ചെയ്യുക? രാജ്യം കുട്ടിച്ചോറായാലും, എല്ലാവരെയും അല്ല കേട്ടോ, സംസ്ഥാനം കുട്ടിച്ചോറായാലും, തൻ്റെ ജില്ല കുട്ടിച്ചോറായാലും, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കുട്ടിച്ചോറായാലും തൻ്റെ കുടുംബം രക്ഷപ്പെടണം. അത് വളരെ സമ്പദ് സമൃദ്ധമായിട്ടിരിക്കണം. ഇത് കണ്ട് ശീലിച്ച നമുക്ക് മറ്റൊരാൾ തിരിച്ച് തൻ്റെ കുടുംബം വേണ്ട എന്ന് വെച്ചിട്ടൊരു രാജ്യത്തെ സംരക്ഷിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് അന്യായമായിട്ട് കരുതുന്നു. പക്ഷേ ശ്രീരാമൻ വളരെയധികം ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ പൊട്ടിക്കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ സിംഹാസനത്തിലെത്തുമ്പോൾ കരുത്തനായിട്ടുള്ള ലക്ഷ്മണനോട് കൊണ്ട് ഉപേക്ഷിക്കാൻ പറയുന്ന ആ കരുത്തനായിട്ടുള്ള രാജാവിനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഏത് കരുത്തിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് എന്താണ്? ധർമ്മമാണ്. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധരിക്കേണ്ടത് എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത് വിഹിതമായിട്ടുള്ളത്. ഈ ധർമ്മം നമുക്ക് ആരാ പറഞ്ഞു തന്നിരിക്കുന്നത്? ശരിയേത് തെറ്റേതെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ? ഋഷീശ്വരന്മാരാണ് നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഋഷീശ്വരന്മാർ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണം. കാരണം ഈ ചോദ്യമൊക്കെ ഞാൻ കോളേജ് ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഇന്നത്തെ ജനറേഷനിൽ നിന്ന് വരുന്ന ചോദ്യം, ഏതോ കാട്ടിലും ഗുഹയിലും ഒക്കെ എഴുതിയിരിക്കുന്നവർ പറയുന്നത് എന്തിനാണ് ഇന്നത്തെ മോഡേൺ ന്യൂ ജെൻ വേൾഡിൽ വെദർ ഇറ്റ് ഈസ് റെലവൻറ്റ് അല്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ധാരാളം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പറയില്ലേ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതിലൂടെ ഏതാണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കി ഇന്നത്തെ ക്യാപ്സൂള് പരുവത്തിൽ തന്നിരിക്കുകയാണ്. ഇന്ന് ക്യാപ്സൂളിൻ്റെ കാലമല്ലേ? അപ്പോൾ ക്യാപ്സൂള് പരുവത്തിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കങ്ങ് സ്വീകരിച്ചാൽ പോരെ? ഇനി അതല്ല, ഇവർ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായി കഴിഞ്ഞ് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷണങ്ങൾക്കും നമ്മൾ ചിലപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വീണാൽ മരിക്കും. ഒരാൾ പറഞ്ഞു എനിക്ക് അനുഭവം ഉണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാലോ അടുത്ത പരീക്ഷണത്തിന് നമ്മൾ കാണില്ല. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യുന്നറിയാവോ? ബുദ്ധിയുള്ളവർ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ അടി കിട്ടുന്ന കാണുമ്പോൾ അവൻ മനസ്സിലാക്കും, ഇത് ഞാൻ ചെയ്താൽ എനിക്കും അടി കിട്ടും, ചെയ്യരുത്. ബുദ്ധി ഇല്ലാത്തവൻ എന്ത് പറയും? എനിക്ക് അനുഭവം ഉണ്ടാകട്ടെ, അപ്പം ഞാൻ ആലോചിക്കാം എന്ന്. ശരിയല്ലേ? ഈശ്വര കാര്യങ്ങളിലല്ല പറയുന്നത്, ആത്മീയ അനുഭൂതിയുടെ കാര്യത്തിലല്ല പറയുന്നത്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈ ധർമ്മത്തിനെ നമുക്ക് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഇല്ല. ഭർത്താവിനെ, ഭാര്യയെ നമുക്ക് തിരഞ്ഞെടുക്കാം. അമ്മയെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അച്ഛനെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് ധർമ്മത്തിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എന്താണോ അതാണ് ധർമ്മം. ഈ ധർമ്മവും ഭക്തിയുമായിരുന്നു ഭാരതത്തിലെ സ്ത്രീകളുടെ കരുത്ത് അല്ലേ? സ്ത്രീകളുടെ ഭക്തി കാണുമ്പോൾ ഈ കുറച്ച് ജ്ഞാനമൊക്കെ ഉണ്ടെന്നും വേദമൊക്കെ പഠിച്ചിരിക്കുന്നവർക്ക് കുറച്ച് പുച്ഛമൊക്കെ ഉണ്ട്. കാരണം എപ്പം നോക്കിയാലും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഭക്തിയാണ്. ഭഗവാൻ സത്യസായി ബാബയും ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ, മഹാപെരിവ എന്നറിയപ്പെടുന്ന കാഞ്ചി കാമകോടി പീഠത്തിലെ നടമാടും ദൈവം എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യമൊക്കെ പറയുന്നത് ഈ ഭാരതം ശരിക്കും നിലനിൽക്കുന്നത് സ്ത്രീകളുടെ ഭക്തി കൊണ്ടാണ്. ഭക്തിക്ക് പുരുഷനും സ്ത്രീ എന്നുള്ള ഭേദമൊന്നുമില്ല.
എങ്കിലും ജ്ഞാനികളിൽ കൂടുതൽ പുരുഷന്മാരും ഭക്തിയുള്ളതിൽ കൂടുതൽ ആരാണ്? സ്ത്രീകളുമാണ്. സ്ത്രീകളുടെ ഈ ഭക്തി മൂലമാണ് അവർക്ക് പലതിനും കരുത്തുണ്ടാകുന്നത്. പലതും സമർപ്പണ ഭാവത്തോടുകൂടി, ഭക്തി എന്ന് പറഞ്ഞാൽ ആരോടുള്ള സ്നേഹമാണ്? പ്രേമാണ്. ഭഗവാനോടുള്ള സ്നേഹത്തിനാണ് സാത്വസ്മിൻ പരമപ്രേമരൂപ. നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള പരമമായിട്ടുള്ള പ്രേമം. ബാക്കിക്കൊക്കെ കാമം, രാഗം, ഇതൊക്കെ നമുക്ക് പേര് പറയാം. ഭഗവാനോടുള്ള ആ സ്നേഹത്തിന്, പരമപ്രേമത്തിന് ഭക്തി എന്ന് പറയുന്നു. ഈ സ്ത്രീകളെ എല്ലാം എടുത്താൽ അവരുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഭക്തിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യത്തെ ഓർഡർ തൊട്ട് കുറച്ച് ഒന്ന് നോക്കാം. ആദ്യം വാൽമീകി രാമായണം, ആദ്യത്തെ ഇതിഹാസം, അതിൽ നിന്ന് നമുക്ക് സീതാദേവിയെ എടുത്തു നോക്കാം. അത് കഴിഞ്ഞ് അടുത്ത ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിൽ വന്ന് നിൽക്കുമ്പോൾ കുന്തിയെയും ഉത്തരയെയും ഒന്നെടുത്ത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയായിട്ടുള്ള ശാരദാദേവിയെ ഒന്ന് ചിന്തിക്കാം. അതിനുശേഷം ഇന്നത്തെ കാലത്തേക്ക് വന്നാൽ അമൃതാനന്ദമയി അമ്മയെ പറ്റി ഒന്ന് ചിന്തിക്കാം. ഇത്രയൊക്കെ പറയാനേ നമുക്ക് സമയം കാണും. എങ്കിലും ഇവരെല്ലാം ആത്മാഭിമാനികളായിട്ടുള്ള സ്ത്രീരത്നങ്ങൾ തന്നെ. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആർക്കാണ് കിട്ടിയത്? ഡി ഗുഗേഷ്. ഡി ഗുഗേഷിൻ്റെ അമ്മ എന്ന് പറയുന്ന ആത്മാഭിമാനിയായ ആ അമ്മയെപ്പറ്റി. അപ്പം നമ്മളുടെ ഈ ഒരു പ്രഭാഷണം പൂർത്തിയാകും. ഇതിൽ ആദ്യം നമുക്ക് സീതാദേവിയെ പറ്റി ഒന്ന് ചിന്തിക്കാം. സീതാദേവിയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റിയും പറയും. സീതാദേവിയുടെ ആ അശോകവനിയിലെ അവസ്ഥ എന്തായിരുന്നു? യഥാർത്ഥ ഒരു ഭാരതീയന് ധർമ്മമില്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കാൻ സാധ്യമല്ല. മീനിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ടാൽ എങ്ങനെ ഇരിക്കും? ശ്വാസം കിട്ടാതെ പിടക്കില്ലേ? ഇതുപോലെയാണ് യഥാർത്ഥ ഭാരതീയന് ധർമ്മമില്ലാത്ത സ്ഥലത്ത് ജീവിച്ചാലുള്ള അവസ്ഥ. യഥാർത്ഥ ഭാരതീയന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഇത് തന്നെ ആർക്കുണ്ടായി ഈ അവസ്ഥ? സീതാദേവിക്കുണ്ടായി. എപ്പോൾ? അശോകവനിയിൽ പോയിരുന്നപ്പോൾ. അധർമ്മം കൊടികുത്തി വാഴുന്ന സ്ത്രീകളെ നമ്മൾ ഇന്ന് പറയില്ലേ, അബലകളായിട്ടും ലൈംഗിക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടും കാണപ്പെടുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ സീതയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവിടെ സീത ശ്വാസമെടുത്തത് രാമ 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 എന്നുള്ള മന്ത്രത്തിൻ്റെ ബലത്തിലാണ്. സീത അവിടെ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ടിരുന്നത്, ധാർമ്മികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാണ്? ഈ രാമരാമ എന്നുള്ള നാമജപത്തിലൂടെയാണ്. കാരണം നാമം ജപിക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെല്ലാം മാറ്റമുണ്ടാകും. ആ സമയത്താണ് രാവണൻ വരുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഈ ഒരവസ്ഥയെങ്കിൽ ആലോചിച്ച് നോക്കുക. പലതവണ പ്രലോഭനം നടത്തി പലതരത്തിൽ പറഞ്ഞു നോക്കി അവസാനം 12 മാസത്തിൽ ഇനി 2 മാസമേ മിച്ചമുള്ളൂ. അപ്പോഴാണ് അവസാനത്തെ ഭീഷണിയുമായിട്ട് രാവണൻ വരുന്നത്. രാവണൻ പറയുന്നുണ്ട്, ഇനി ഈ 2 മാസത്തിനുള്ളിൽ നീ എൻ്റെ കിടക്കയിൽ വന്നിട്ടില്ല എങ്കിൽ നിന്നെ തുണ്ടം തുണ്ടമായിട്ട് അരിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും വളരെ ധൈര്യസമേതം താൻ ശ്രീരാമൻ്റേത് മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സീത അവിടെ പറയുന്നുണ്ട്, അല്ലേ? എന്നിട്ട് ക്രോധാകുലനായിട്ട് രാവണൻ മറുവശത്ത് പോയി രാക്ഷസികളോടൊക്കെ പറയുന്നുണ്ട് സീതയെ ബ്രെയിൻ വാഷ് ചെയ്യാം, അല്ലേ? ഞാൻ ആരാണെന്നുള്ളതൊക്കെ വളരെ പുകഴ്ത്തി പറഞ്ഞ് അവൾക്ക് എന്നിൽ പ്രേമമുണ്ടാകുന്ന രീതിയിൽ പെരുമാറാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് രാവണൻ്റെ ഒരു പത്നിയായിട്ടുള്ള ധന്യമാലിനി, രാവണൻ്റെ ഒരു പുത്രനാണ് അതികായൻ, അതികായൻ്റെ അമ്മയാണ് ധന്യമാലിനി. ഈ ധന്യമാലിനി വളരെ കൃത്യമായിട്ട് രാവണനോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. രാവണൻ ക്രോധത്തിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാവണനെ പിടിച്ച് മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട് ധന്യമാലിനി. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ സത്യസായി ബാബ പറയും, ക്രോധം വന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഒന്നുകിൽ വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ വേഗം ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോവാം. കാരണം ആ അന്തരീക്ഷം മുഴുവൻ നെഗറ്റീവ് എനർജിയാണ്. നമ്മളോട് ആരെങ്കിലും ഒച്ച വയ്ക്കുന്നു, നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ വേഗം നമ്മൾ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറാനായിട്ട് നോക്കുക.
രണ്ടാമതൊന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക. എന്തുകൊണ്ടാണ്? ദേഷ്യം വരുമ്പോൾ രക്തമൊക്കെ ചൂട് പിടിക്കും. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചാലോ ഇതിനൊക്കെ ഒരു ശമനം വരും. 1 തൊട്ട് 100 വരെ എണ്ണുക. ഇങ്ങനെയുള്ള കുറേ വിദ്യകൾ പറയും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്തു? ധന്യമാലിനി ഈ സാഹചര്യത്തിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ശരിക്കു പറഞ്ഞാൽ നല്ലൊരു സ്ത്രീരത്നമല്ലേ ധന്യമാലിനി എന്ന് തോന്നുന്ന രീതിയിൽ ധന്യമാലിനി ഒരു ഉപദേശം കൊടുക്കുകയാണ് രാവണന്. അതായത് നമ്മൾ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചവൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമുക്ക് 100 ഇരട്ടിയായിട്ട് തോന്നും. നേരെ മറിച്ച് നമ്മൾ സ്നേഹിക്കുന്നവൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അത് അഗ്നിയായിട്ട് തോന്നും, പൊള്ളലായിട്ട് തോന്നും. പക്ഷേ ഈ രാവണൻ ഇതുവല്ലോ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. രാവണൻ്റെ പത്നിമാർ, ആ മണ്ഡോദരിയും ഈ ധന്യമാലിനിയും ഒക്കെ എത്രമാത്രം അറിവുള്ളവരാണ് അല്ലേ? പക്ഷെ ആ ഒരു അറിവ് പോലും 4 വേദങ്ങളും ഹൃദിസ്ഥമാക്കിയ രാവണന് ഇല്ലായിരുന്നു. പക്ഷെ തൻ്റെ ജീവൻ വെടിഞ്ഞാൽ പോലും താൻ തൻ്റെ ധർമ്മത്തിൽ നിന്നും പാതിവൃത്യത്തിൽ നിന്നും പിന്തിരിയില്ല എന്ന് പറയുന്ന ഒരു കരുത്തൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? കാരണം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയം. ഈയിടെയല്ല, കുറേ കാലം മുമ്പ് ഞാൻ വായിച്ചതാണ്. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി വായിച്ചതാണ്. ഈ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയിട്ട് കുറേ വർഷമായി. ആ മുങ്ങുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് കുറേ പേർക്ക് കൊടുത്തു. അപ്പോൾ ഈ ലൈഫ് ജാക്കറ്റ് കപ്പലിലുള്ള എല്ലാവർക്കും ഉള്ള അത്ര എണ്ണം അതിൽ സ്റ്റോക്ക് ചെയ്യില്ല. അപ്പം ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നതിന് പ്രിഫറൻസ് ഉണ്ട്. ആദ്യം കുട്ടികൾക്ക്, പിന്നെ സ്ത്രീകൾക്ക്, മിച്ചമുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് കൊടുക്കുകയുള്ളൂ. ഈ ലൈഫ് ജാക്കറ്റ് ഒരു സ്ത്രീക്ക് കിട്ടി. അവർ വെള്ളത്തിൽ കിടക്കുകയാണ്. ആ സമയം ഒരു പുരുഷൻ വെള്ളത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുങ്ങിപ്പോകാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ അയാൾ തൻ്റെ കരുത്തുപയോഗിച്ച് ഈ സ്ത്രീയിൽ നിന്നും ലൈഫ് ബെറ്റ് തട്ടിയെടുത്ത് രക്ഷപ്പെട്ടു. ആ സ്ത്രീ മുങ്ങിച്ചാകുകയാണ് ചെയ്തത്. പിന്നീട് അയാൾ പറയുന്നുണ്ട്, പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ മനസമാധാനമായിട്ട് ജീവിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവിടെ കവി പറയുന്നത് എന്താണെന്ന്, ഇത് നടന്ന സംഭവമാണ്. പക്ഷേ ഗ്രന്ഥകർത്താവ് പറയുന്നു, ഇവിടെ മനുഷ്യന് ഏറ്റവും പ്രിയം എന്താണ്? തൻ്റെ ജീവൻ അല്ലേ? സ്വാമി രാമതീർത്ഥൻ താൻ കണ്ട ഒരു ചരിതം പറയുന്നുണ്ട്. ഗംഗയുടെ കരയിൽ ഏകദേശം നടുവിലായിട്ടൊരു പാറക്കല്ലിൽ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പതുക്കെ ഗംഗയിലെ ജലം പൊങ്ങി വരാൻ തുടങ്ങി. ഗംഗയിൽ എപ്പോഴാണ് ജലം പൊങ്ങുക താഴുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ഐസുരുകിയ വെള്ളമല്ലേ. ഗംഗയൊന്നും ഒരിക്കലും അങ്ങനെ വറ്റില്ല. മഴ കൊണ്ട് വരുന്ന നദികളൊക്കെയാണ് വറ്റുക. ഗംഗ മഞ്ഞുരുകി വരുന്നതുകൊണ്ട് സമൃദ്ധമായിട്ടുള്ള ജലം എപ്പോഴും കാണും, അരികൊക്കെ വറ്റിയാലും. ഈ വെള്ളം കയറി വരുമ്പോൾ ഒരു മരക്കൊമ്പിൽ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഈ വെള്ളം കയറി വരുംതോറും എന്താണ്, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മ മുകളിലേക്ക് കയറിപ്പോയി. അവസാനം ഏറ്റവും അറ്റത്തെത്തി. ഇനി അടുത്ത കാല് വെച്ചാൽ ഈ കമ്പൊടിയും. അങ്ങനെയുള്ള സമയത്തെപ്പോഴേക്കും വെള്ളം കയറി ഇവിടം വരെ എത്തി തൻ്റെ മൂക്കിലോട്ട് കയറുമെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പൊക്കി പിടിച്ചിരുന്ന കുഞ്ഞിനെ തൻ്റെ കാലിൻ്റെ അടിയിലേക്ക് എടുത്ത് നിർത്തി താൻ കുറച്ചുകൂടി പൊങ്ങി നിന്നു. ഇത് സ്വാമി രാമതീർത്ഥൻ പറയുന്നുണ്ട്, താൻ കണ്ട കാഴ്ച. അതായത് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയം എന്താണ്? നമ്മളുടെ സ്വന്തം ജീവനാണ്. എന്തുകൊണ്ടാണ് കോവിഡ് കാലത്ത് നമ്മൾ ധാരാളം പത്രത്തിൽ വായിച്ചിട്ടില്ലേ, മകൻ കോവിഡ് കാലത്ത് ദുബായിൽ നിന്ന് വന്നപ്പോൾ അമ്മ വീട്ടിൽ കയറ്റിയില്ല, കതകടച്ചിട്ടു, ഭാര്യ വീട്ടിൽ കയറ്റിയില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ്? തനിക്ക് ഈ രോഗം വരുമോ എന്നുള്ള ഭയം. ഇതേ ഒരു രീതി രാമായണത്തിലുണ്ട്. രാമായണത്തിൽ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്, ദേഹികൾക്കേറ്റം പ്രിയം ദേഹമെന്നോർക്ക നീ. അതെപ്പോഴാണ് പറയുന്നതെന്നറിയാമോ? ആ മരങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ടിരുന്നില്ലേ, അപ്പോൾ എന്താണ്, ഈ അസുരന്മാരെല്ലാം വന്നിട്ട് അമ്പെയ്ത് ഉപദ്രവിച്ചു. അപ്പോഴാണ് തിരിച്ചടിച്ചത്. അപ്പോൾ രാവണനോട് പറയുന്നുണ്ട്, എൻ്റെ മേലെ നൊന്താൽ ഞാൻ തിരിച്ചു കൊടുക്കും. ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹമെന്നോർക്ക നീ. വാക്കുകൊണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ, അങ്ങനെ പറയാറില്ല എല്ലാവരും, എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ ഞാൻ ശരിയാക്കും. ഹനുമാൻ സ്വാമി പറയുന്നതാണ്, നമ്മൾ അധ്യാത്മ രാമായണത്തിൽ നോക്കിയാൽ. അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള
ഒരു നിയമമുള്ള സമയത്താണ് സീതാദേവി ഇത് കാണിച്ചിരിക്കുന്നത്. എന്നാലോചിക്കുക, തൻ്റെ ജീവൻ പോയാലും താൻ രാവണൻ്റെ കിടക്കയിൽ ചെല്ലില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഭാരതത്തിലെ മിക്ക സ്ത്രീകളിലും ഉണ്ടായിരുന്നു. റാണി പത്മിനി ഇവരൊക്കെ ചാടി തൻ്റെ യുദ്ധത്തിൽ മരിച്ചതും അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടുന്നറിഞ്ഞപ്പോൾ ജീവൻ വെടിഞ്ഞതും ഒക്കെ എന്തുകൊണ്ടാണ്? മാനം സംരക്ഷിക്കാൻ. ഈ മാനം സംരക്ഷിക്കാതെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ നമ്മുടെ ഇവിടെയും കുറേ വെള്ളക്കാരൊക്കെ മക്കളായിട്ടൊക്കെ ഉണ്ടായേനെ. സൗത്ത് ആഫ്രിക്കയുടെ ക്രിക്കറ്റിംഗ് കണ്ടിട്ടുണ്ടോ? സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ജനതയാണ്. അവരെങ്ങനെയായിരിക്കും? പൊതുവെ കറുപ്പായിരിക്കും അല്ലേ? സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിംഗ് കണ്ടിട്ടുണ്ടോ? പകുതി വെളുപ്പും പകുതി കറുപ്പും. അവിടെയുള്ളവർക്ക് എങ്ങനെയാണ് വെളുപ്പ് വന്നത്? ഇവരെല്ലായിടത്തും പോയി ആക്രമണം നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ പക്ഷേ ഭാരതത്തിൽ എന്താ ഇത് കാണാത്തത്? ഭാരതത്തിലെ സ്ത്രീകൾ തൻ ഭാവശുദ്ധി, ഈ ഒരു പതിവ്രതാ ഭാവം അല്ലെങ്കിൽ സ്ത്രീത്വം കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ് ഭാരത മണ്ണിൽ ഭാരതീയനായിട്ട് നമുക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നത്. സീതയുടെ ഈ ഭാവം മറ്റൊരിടത്തുകൂടി പറയുന്നുണ്ട്. വിരാധൻ വന്ന സമയത്ത്, വിരാധൻ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ വിരാധൻ ആദ്യം കയറി പിടിച്ചത് സീതയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല തണ്ടും തടിയുള്ള രണ്ടുപേരെ കണ്ടത്. അപ്പോൾ സീതയെ താഴെ ഇട്ടിട്ട് ശ്രീരാമനെ ലക്ഷ്മണനെ എടുത്തു പിടിച്ച് വിരാധൻ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീരാമന് ലക്ഷ്മണന് മനസ്സിലായത് നമുക്കിനി പോകാനുള്ള റൂട്ടിലാണ് വിരാധം പോകുന്നത്. എന്നാൽ പിന്നെ അത്രയും നടക്കണ്ടല്ലോ, വിരാധം കുറച്ച് നേരം എടുത്തു പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് സീതയുടെ കാര്യം അവർ മറന്നുപോയി. എന്നാൽ കുറച്ചൊരു സൂത്രം ഉപയോഗിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സീത ഇത് കാണുന്നത്. ആ സമയത്ത് വിരാധൻ കേൾക്കുന്ന രീതിയിൽ, ചെവിയുണ്ടോ ഇല്ലയോ, കേൾക്കുന്ന രീതിയിൽ സീത നിലവിളിക്കുന്നുണ്ട്, നീ അവരെ രണ്ടുപേരെയും ഉപേക്ഷിച്ചിട്ട് എന്നെ ഭക്ഷണമാക്കൂ. കാരണം എന്താണെങ്കിലും നീ അവരെ ഭക്ഷണമാക്കിയാൽ ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്കാകും, ഈ മൃഗങ്ങളെല്ലാം എന്നെ പിടിച്ചു തിന്നും. അതിലും ഭേദം അവർക്ക് രണ്ടുപേർക്കും ജീവൻ കിട്ടുമല്ലോ. ഹൃദയത്തിൽ നിന്നാണ് സീത ഇത് പറയുന്നത്. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി സീത പറയുകയാണ്, നീ എന്നെ തിന്നുള്ളൂ, അവരെ വെറുതെ വിടുന്നു. അപ്പോഴാണ് ശ്രീരാമൻ ലക്ഷ്മണനും ഒച്ച കേട്ട് താഴോട്ട് നോക്കിയപ്പോൾ അയ്യോ സീത ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് വേഗം വിരാധനെ വധിക്കുന്നത്. ഇത് ആ സമയത്ത് പറയണമെങ്കിൽ എത്രമാത്രം ആത്മവീര്യം ആ സീതയിൽ ഉണ്ടായിരിക്കണം അല്ലേ? നേരെ മറിച്ച് സ്ത്രീയുടേതായ പല ചപലതകളും നമുക്ക് സീതയിൽ കാണാൻ പറ്റും. അത് സ്ത്രീയുടെ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ സാ താ ര, ഈ അക്ഷരമാണ്. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം, ഇത് മൂന്ന് നല്ലതുപോലെ ഉള്ളവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വികാരങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അത് കരയുന്നതാണെങ്കിലും ചിരിക്കുന്നതാണെങ്കിലും ഒക്കെ അല്ലേ, കുറച്ച് കൂടുതലായിരിക്കും. സീതാദേവിയും അതുപോലെ എല്ലാം കാണിക്കുന്നുണ്ട്. അതൊന്നും വലിയ തെറ്റായിട്ടൊന്നും നമ്മൾ വിചാരിക്കേണ്ട. കാരണം എന്താണെന്നറിയാമോ? സീതാദേവി ആ ഗംഗ കടക്കുന്ന സമയത്ത് ഗംഗാദേവിയോട് പറയുന്നുണ്ട്, ഗംഗാദേവി ഞങ്ങൾ സുരക്ഷിതമായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ നിനക്ക് 1000 പശുക്കളെ ദാനം ചെയ്യാം, 1000 സ്വർണ്ണ നാണയങ്ങൾ ചെയ്യാം. നമ്മളിങ്ങനെ ചിലർ ചെയ്യാറില്ലേ, എൻ്റെ ദേവി എനിക്ക് ലോട്ടറി അടിക്കുവാണ്, എൻ്റെ മോനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിപ്പിച്ചോളാം, ഇങ്ങനെയൊക്കെ നേരാറില്ലേ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു സ്ത്രീയുടെ സഹജമായിട്ടുള്ള ഭാവമാണ്. ഈ ചപലതകളൊക്കെ സീതയിൽ നമുക്ക് കാണാനും സാധിക്കും. അതോടൊപ്പം ലക്ഷ്മണനെ വളരെ ക്രൂരമായിട്ട് പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് ആ ലക്ഷ്മണനോട് പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ ആർക്കെങ്കിലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ലോ ആണോ പറഞ്ഞത് അല്ലേ? ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത്. പക്ഷേ അപ്പോൾ പോലും പറയുകയാണ്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭ്രാന്തമായ അവസ്ഥയിൽ പറഞ്ഞതാണ്. പക്ഷേ അപ്പോഴും ശ്രീരാമൻ സീതയെ കുറ്റപ്പെടുത്തിയില്ല. ശ്രീരാമൻ പറയുന്നത്, സ്ത്രീകൾ അങ്ങനെയൊക്കെ പലതും പറയും, അത് കേട്ടുകൊണ്ട് നീ എന്നത്തിനാ ചാടി പുറപ്പെട്ടത് അല്ലേ? ഇവിടെ ശ്രീനിവാസ ശാസ്ത്രികൾ രാമായണത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയപ്പോൾ പറഞ്ഞു, ഇവിടെ ലക്ഷ്മണന് സുന്ദരമായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതാ ലക്ഷ്മണന് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ മാരീജിൻ്റെ അടുക്കലേക്ക് പോകണം, അല്ലെങ്കിൽ സീത പറയുന്നത് കേൾക്കാതെ സീതയ്ക്ക് കാവലിരിക്കണം. ശ്രീനിവാസ ശാസ്ത്രി പറയുന്നു, ഇതല്ലാതെ ഒരു സൂത്രം ലക്ഷ്മണന് ചെയ്യായിരുന്നു. ലക്ഷ്മണൻ ബുദ്ധി ഉപയോഗിച്ചില്ല. സീത പറഞ്ഞതുകൊണ്ട്
അവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോവുക, എന്നിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ മറഞ്ഞു നിൽക്കുക. അപ്പോൾ രാവണൻ വരുന്നത് കാണാൻ സാധിക്കും. ഇത് ചെയ്യാനുള്ള ബുദ്ധി ലക്ഷ്മണൻ എന്തുകൊണ്ട് കാണിച്ചില്ല? തൻ്റെ സഹോദരന് ഒരാപത്തും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് ലക്ഷ്മണൻ എന്തുകൊണ്ട് ആ സമയത്ത് പൂർണ്ണമായിട്ട് കാണിച്ചില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്ത്രീയുടെ ആ ഒരു ഭാവത്തെ ഭഗവാൻ സത്യസായി ബാബ ഇത് തന്നെ പറയാറുണ്ട്. ബാബ പറയും, പുരുഷന്മാർക്കാർക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞതെന്ന്, സരിതായ്യരല്ല. പുരുഷന്മാർക്ക് ജോലിക്ക് പോവുക, തിരിച്ചു വരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ. ബാബ പറയുന്നു സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ധാരാളം കാര്യങ്ങൾ, മൾട്ടി ടാസ്കിംഗ് ആണ്, ഒരു കുടുംബം മുഴുവൻ നടത്തണം. അതുകൊണ്ട് തന്നെ അവർക്കിത് കുറച്ച് ഇമോഷണൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആണുങ്ങൾ പറയുന്നത് എന്താ, ഈ ഒരു പാത്രം അടുപ്പിലോട്ട് എടുത്തിട്ട് ഇറക്കി വെക്കാൻ എന്താ ഇത്ര ജോലി? അപ്പം നമ്മൾ പറയും, എന്നാൽ നിങ്ങളൊന്നും ചെയ്തേ. ഒരു ദിവസം അവർ ചെയ്യും. ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞാൽ പോരാ, 2 മാസം ചെയ്യാൻ പറയണം. അപ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ടറിയും. 2 മാസം 5 മാസമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് 365 ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. 2 മാസം അല്ലെ 1 വർഷം ഇതുപോലെ ഇതേ ജോലി ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി ഇങ്ങനെ എന്താ പറയുക, അപ്പി പോകുമ്പോൾ അത് മാറ്റവും നാപ്പി മാറ്റവും രാത്രി മുഴുവൻ ഉറങ്ങി എഴുന്നേക്കുകയൊക്കെ ചെയ്യാൻ പറയുമ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അവരിതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ എല്ലാവരും അല്ല, കുറേ പേരാണേലും പറയും. അതുകൊണ്ട് ബാബ പറയുന്നുണ്ട്, സ്ത്രീകൾ അതുകൊണ്ട് തന്നെ എങ്ങാനും ദേഷ്യപ്പെട്ട തിരിച്ച് പുരുഷന്മാർ പ്രതികരിക്കരുത്. കാരണം അവർ ചെയ്യുന്നത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് ബാബ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളുടെ ആ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അത്രമാത്രം വികാരങ്ങൾ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? ഇനി സീത തന്നെ പറഞ്ഞ് തീരുമോയെന്നറിയില്ല. സീതയുടെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അടുത്തൊരെണ്ണം ഓർമ്മ വരുന്നതാണ്. ഇനി സീതയുടെ തന്നെ മറ്റൊരു ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയാണ് കുട്ടികളെ വളർത്തിയത്. എത്ര തങ്കക്കുടങ്ങളായിട്ട്, അതും 2 എണ്ണം ഇരട്ടകളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഭർത്താവിൻ്റെ അമ്മയും ഭാര്യയുടെ അമ്മയും 2 ആയമാരുണ്ടായിട്ടും നമുക്ക് 2 കുട്ടികൾ ഒരേ സമയം ഉണ്ടെങ്കിൽ വളർത്താൻ ബുദ്ധിമുട്ടാണല്ലേ. പക്ഷേ സീത ആശ്രമത്തിലായിരുന്നു എങ്കിലും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ എത്ര നല്ല മാനസികാവസ്ഥയിൽ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർത്തിയെന്ന് ആലോചിക്കുക. പക്ഷേ കാര്യം നേടേണ്ട സ്ഥലത്ത് സീത ഒറ്റക്കാലിൽ നിന്ന് നേടിയെടുക്കും. സ്ത്രീകളും അങ്ങനെയല്ലേ, അവർക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരതെങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കും. അതിന് സീതയുടെ ഒരു ഉദാഹരണം, അതായത് സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ കൂട്ടണം എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ വലിയ തെറ്റുകാരാണെന്നും ഞാനിങ്ങനെയൊക്കെ ഒത്തിരി ഇതിങ്ങനെ കാണിക്കുന്നതൊക്കെ വളരെ വലിയ ഘോരമായിട്ടുള്ള പാപമാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ പറയുന്നത് വാൽമീകി രാമായണമാണ്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ പറയുന്നുണ്ട്, സീതയെ നീ കാട്ടിലേക്കൊന്നും വരണ്ട, വലിയ ഘോരമൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ സീത ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ഘോരമൃഗങ്ങളൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഓടിക്കോളും, അല്ലെ നിങ്ങൾ കൊല്ലും, ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കുന്നത്, പിന്നെ ഞാനെന്തിനാണ് പേടിക്കുന്നത്? അത്രമാത്രം വിശ്വാസമാണ് സീതയ്ക്ക് ശ്രീരാമനിലുള്ളത്. ഇപ്പോൾ ശ്രീരാമൻ വീണ്ടും വീണ്ടും ഓരോ ന്യായങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എന്താണെന്നറിയോ, അത് ശ്രദ്ധിക്കാതെ ശ്രീരാമൻ അടുത്തായിട്ട് പറയുന്നത് എന്താണെന്നറിയോ, അതെ ഞാൻ പോയി കഴിഞ്ഞാൽ, അതായത് സീതയെ കൊണ്ടുപോകുന്നില്ല എന്ന് ചുരുക്കം, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നീ അമ്മായിയമ്മയുടെയും എൻ്റെ അനിയൻ്റെയും, അമ്മായിയമ്മ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ, അമ്മായിയമ്മയുടെയും, അതോ എത്ര അമ്മായിയമ്മമാരാ അല്ലേ, 3 അമ്മമാരുണ്ട്, 3 അമ്മമാരുടെയും ഈ സഹോദരന്മാരുടെയൊക്കെ കൂടെ വേണം ജീവിക്കാൻ. അപ്പം നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്രയാണേലും ഞാൻ കാട്ടിപ്പോയതിൻ്റെ ഒരു ദേഷ്യം നിനക്കുണ്ട്. ഭരതനെ കാണുമ്പോഴാണ് നിനക്ക് ചിലപ്പോൾ ഇത് പൊങ്ങി വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഭരതൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഒരിക്കലും നീ എന്നെ പറ്റി പുകഴ്ത്തി സംസാരിക്കരുത്. എത്ര വലിയ പാഠാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആ സമയത്ത് നിനക്ക് എന്നെപ്പറ്റി വളരെ പുകഴ്ത്തി പറയാൻ തോന്നും. ശ്രീരാമന് ഭരതനെ പറ്റി നല്ലവണ്ണം അറിയാം. ഭരതൻ അത് കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആർക്കുള്ള ഉപദേശമാണ്? നമുക്കുള്ള ഉപദേശം. സീത എന്ത് ചെയ്തു? അതിനൊന്നും മറുപടി പറഞ്ഞില്ല. സീതയ്ക്ക് അതൊന്നും ശ്രദ്ധിക്കണ്ട. കാരണം സീത ഒന്നാമതേ അങ്ങനെ ചിലപ്പോൾ ചെയ്യുമോ ഇല്ലയോ സീത ശ്രദ്ധിച്ചില്ല. സീത ശ്രദ്ധിച്ചത് ശ്രീരാമൻ തന്നെ കൊണ്ടുപോകുന്നുണ്ടോ എന്നാണ്. അത് കഴിഞ്ഞ് സീത പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ കൈപിടിച്ച് നിങ്ങളുടെ തന്നപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വീരനാണെന്നും പറഞ്ഞിട്ടാണ് തന്നത്. ഇത്ര വലിയ ഭീരുവിനെയാണോ തന്നുവിട്ടത്?
ശരിക്കും പറഞ്ഞാൽ സീത ചോദിക്കുവാണ്, നിങ്ങൾ ശരിക്കും ആൺവേഷം കിട്ടിയ പെണ്ണാണോ? ഇത് തന്നെ ചോദിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അതായത് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ, ഞാൻ നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് വന്നത്. അവസാനം സീത പറയുന്നുണ്ട്, ഇനി നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ മലമുകളിൽ നിന്ന് ചാടും, തീ ചാടും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. പാവം, എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളിത് പറയുന്നത്? പുരുഷന്മാർക്ക് കുറച്ചുകൂടെ ആ സ്ട്രെങ്ത് ഉണ്ട്. സ്ത്രീകൾ പലപ്പോഴും പുരുഷനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവരല്ലാതെ വേറൊരു സഹായം അവർക്കില്ല. അത് പോയി കഴിഞ്ഞാൽ അവർ ഭ്രാന്തമായ അവസ്ഥയിലാകും. അതുകൊണ്ടാണ് സീത ഇതെല്ലാം പറയുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും വഴിപാട് കഴിക്കുകയും ആ ഒരു സ്ത്രീയെ പോലെ പെരുമാറുന്നതും. പക്ഷെ എവിടെയാണോ കരുത്ത് കാണിക്കേണ്ടത്, തൻ്റെ പാതിവൃത്യം സംരക്ഷിക്കേണ്ടത്, ആ സ്ഥലങ്ങളിലെല്ലാം സീത വളരെ കരുത്തോടുകൂടി പെരുമാറിയിട്ടുണ്ട്. ഇനി മഹാഭാരതത്തിലേക്ക് വന്നാലോ? മഹാഭാരതത്തിലേക്ക് വന്നാൽ നമുക്ക് പ്രധാനമായും ഉത്തര, കുന്തി, ഗാന്ധാരി, ഇവർ 3 പേരെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗാന്ധാരിയുടെ ചില നന്മകൾ പറയുമ്പോൾ അതോടൊപ്പം ഗാന്ധാരിയുടെ ഭാഗത്ത് ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ശരി എന്ന് പറയാനുണ്ട് നമുക്ക് എത്ര പേരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? വാൽമീകി മഹർഷി പോലും ഉത്തമ പുരുഷൻ ആര്, പുരുഷോത്തമൻ ആര് എന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരേ ഒരാളെ ഉള്ളായിരുന്നു. അതാരാണ്? ശ്രീരാമൻ അല്ലേ? അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പൊതുവെ എങ്ങനെയാണ്? കൂടുതൽ നല്ലത് ചെയ്യുകയും കുറച്ച് മോശം ചെയ്യുന്നവരെ നമ്മൾ നല്ലവർ എന്ന് പറയും. കൂടുതൽ മോശം ചെയ്യുകയും കുറച്ച് നന്മ ചെയ്യുകയും ചെയ്യുന്നവരെ മോശം ആളുകൾ എന്ന് പറയും. രാവണനും നന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതലും കുരുത്തക്കേടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? രാവണൻ ദുഷ്ടനാണെന്ന് പറയും. അതേ ഒരു അനാലിസിസിൻ്റെ ബേസിലായിരിക്കും ഞാനും ഇവിടെ പറയുന്നത്. ഗാന്ധാരിയെ എടുക്കാം. ഗാന്ധാരിക്ക് ഭർത്താവിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അവിടെ ഒരു തെറ്റുപറ്റി. എന്താണ്? ഭർത്താവിന് കാഴ്ചയില്ല എന്ന് കണ്ടപ്പോൾ, തനിക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുഖ്യധർമ്മം എന്തായിരുന്നു? മുഖ്യധർമ്മം ഭർത്താവിനെ നോക്കുക എന്നല്ല, ആരെ നോക്കുക എന്നുള്ളതായിരുന്നു? കുട്ടികളെ നോക്കുക എന്നുള്ളതായിരുന്നു. കാരണം എന്താ? ഭർത്താവിന് കുട്ടികളെ നോക്കാൻ പറ്റുമോ? ഇല്ല. ഭർത്താവിൻ്റെ 2 കണ്ണും കൂടെ തനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് ആ സമയം കൂടെ കുട്ടികളെ നോക്കണമായിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്, കുട്ടികളെ ഉണ്ടാക്കാൻ. കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ശരിയായ രീതിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. അച്ഛൻ പോട്ടെ ജന്മനാ അന്ധനാണ്. ഇത് ചോദിച്ചു മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? തൻ്റെ കുട്ടികൾ ഏത് തെറ്റ് ചെയ്യുന്നു, ഏത് കുരുത്തക്കേട് ചെയ്യുന്നു, അവർ പറയുന്ന വശം മാത്രമാണ് ഗാന്ധാരിക്ക് മനസ്സിലായിരുന്നത്. എന്നാൽ ഗാന്ധാരിയും കരുത്തയായിരുന്നു. ദുര്യോധനൻ വന്ന് ആ ഓരോ യുദ്ധത്തിനും അനുഗ്രഹിക്കാനായിട്ട് പറയുമ്പോൾ വിജയീ ഭവാന്ന് അനുഗ്രഹിച്ചേയില്ല. എന്താ പറഞ്ഞത്? ധർമ്മം വിജയിക്കും എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ പറയാമല്ലോ, എൻ്റെ പുത്രനാണ്, ധൃതരാഷ്ട്രക്ക് പുത്രസ്നേഹമല്ലായിരുന്നോ? ഗാന്ധാരി ആ കരുത്ത് ശരിയായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഗാന്ധാരിയും ഒരു ധീര വനിത തന്നെയാണ് അല്ലേ? ശ്രീകൃഷ്ണൻ അത്ര ബഹുമാനമായിരുന്നു ഗാന്ധാരിയോട്. ഇനി കുന്തി ദേവിയിലേക്ക് വന്നാലോ? കുന്തി ദേവി അനുഭവിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകൾ ഭഗവാനെ എത്രമാത്രമാണ്. ആദ്യ സമയങ്ങളിൽ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ കുന്തി ദേവി പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ ഭഗവാനെ, എൻ്റെ മക്കൾ എത്രമാത്രം കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്, എപ്പോൾ നോക്കിയാലും അവർ കാട്ടിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയും, കുന്തി, ധീരന്മാർ തുടക്കത്തിലെ വിജയം ആഗ്രഹിക്കുകയും ആ വിജയത്തിൽ സുഖിക്കുകയും ചെയ്യില്ല. അവരാ വിജയത്തിൻ്റെ അന്ത്യം കാണുന്നത് വരെ അവരിടയ്ക്ക് സുഖിക്കില്ല. ഹനുമാൻ അങ്ങനെയല്ലായിരുന്നു അല്ലേ? ഇടയ്ക്ക് സുഖിക്കാനായിട്ടിരുന്നോ? പറ വെച്ചു പോകുന്ന പോലെയാണോ പോയത്? അല്ലല്ലോ. ധീരന്മാർ എങ്ങനെയാണ്? വിജയത്തിൻ്റെ അവസാന ഭാഗത്ത് മാത്രമേ അവർ സന്തോഷിക്കൂ. നിൻ്റെ മക്കൾ ധീരന്മാരാണ് എന്ന് അന്ന് കുന്തിക്ക് പറഞ്ഞു കൊടുത്തു. അവസാന കാലമായപ്പോൾ കുന്തി എന്താ പറഞ്ഞത്? എൻ്റെ ഭഗവാനെ, നിൻ്റെ കൃപ കൊണ്ട് എൻ്റെ മക്കൾ ജീവിച്ചിരിക്കുന്നു. നിൻ്റെ അമ്മയേക്കാൾ നിനക്ക് സ്നേഹം എന്നോടാണോ? കാരണം നിൻ്റെ അമ്മയുടെ എത്ര മക്കളാണ് മരിച്ചു പോയത് അല്ലേ? കൃഷ്ണൻ ഉണ്ടാകുന്നതിന് മുമ്പ് എത്ര പേരാണ് മരിച്ചു പോയത്? അവരെ ഒന്നും നീ സംരക്ഷിച്ചില്ല. എൻ്റെ 5 മക്കളും ദേ ഇവിടെ പയറുപോലെ നിൽക്കുന്നു. ശരിയല്ലേ?
ആ കുന്തി ദേവിക്ക് ശ്രീകൃഷ്ണൻ ആരാണ്? കുന്തി ദേവിക്ക് ശ്രീകൃഷ്ണൻ ആരാണ്? കുന്തി ദേവിയുടെ സഹോദരനാണ് വസുദേവൻ. വസുദേവരുടെ പുത്രനാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ആരാണ്? അമ്മായി അല്ലേ? മലയാളത്തിൽ എന്താ പറയണത് എനിക്ക് അറിയില്ല. അമ്മായി എന്നല്ലേ? അതെ. ഞങ്ങൾ ഈ വീട്ടിൽ തമിഴ് സംസാരിക്കുന്നുണ്ട്, ബന്ധം പറയുമ്പോൾ എനിക്ക് തമിഴേ അറിയൂ. അമ്മായി. അപ്പം നേരെ അമ്മായിയാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന സമയത്ത് കുന്തി ദേവി ഓടി വന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ ഭഗവാനെ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ മരുമോനെ നീ പോവുകയാണോ എന്നാണോ ചോദിക്കുന്നത്? ആദിപുരുഷൻ എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഭക്തിയും ഉറച്ച ബോധ്യവും ഉണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അവിടെ നമ്മൾ എന്തിനാണ്? ബന്ധത്തിനല്ല, പദവിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ? സ്ഥാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എല്ലായ്പ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. ആ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് അതിലും വലിയ കാര്യം. ഇതിന് ഒരു ഉദാഹരണം പറയാം. ഷഷ്ടസ്കന്ധത്തിൽ ഭാഗവതത്തിൽ ഇന്ദ്രനും ഇന്ദ്രാണിയും കൂടെ സുധർമ്മ സഭയിൽ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ സുധർമ്മ എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ രാജധാനിയാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ അവതരിച്ചപ്പോൾ സുധർമ്മ ദ്വാരകയിലേക്ക് പോകുന്നു. പിന്നെ ശ്രീകൃഷ്ണൻ സുധാമത്തിലേക്ക് പോയപ്പോൾ സുധർമ്മ തിരിച്ച് ഇന്ദ്രലോകത്തേക്ക് പോയി. അപ്പോൾ ഇന്ദ്രനെ ഇന്ദ്രാണി ശചീദേവിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കുലഗുരുവായിട്ടുള്ള ബൃഹസ്പതി വരുന്നത്. ഈ ബൃഹസ്പതി വന്നപ്പോൾ ഇന്ദ്രൻ ബഹുമാനിച്ചില്ല. എല്ലാം തനിക്കുണ്ടല്ലോ, കുറച്ച് അഹങ്കാരം വരുമല്ലോ എങ്ങനെയാണേലും. ഇത് നമ്മൾ ഭാഗവത്തിൽ പലയിടത്തും കാണാൻ പറ്റും. വത്സസ്ഥ എന്ന് പറയുന്നൊരു ഭാഗമില്ലേ, അറിയില്ലേ? ശ്രീമദ് ഭാഗവതത്തിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രഹ്മദേവന് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ പരീക്ഷിക്കണം എന്ന് തോന്നി. അതായത് ഇത് ശരിക്കും പരമാത്മാവ് തന്നെയാണോ? ബ്രഹ്മദേവനൊരു സംശയം. അപ്പോൾ ശ്രീകൃഷ്ണൻ കൂട്ടുകാരും പശുക്കളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പശുക്കുട്ടികളെയും ബാലന്മാരെയെല്ലാം അപ്രത്യക്ഷരാക്കി. എന്നിട്ട് സത്യലോകത്ത് കൊണ്ടുവിട്ടു തൻ്റെ അവിടെ. ശ്രീകൃഷ്ണന് കാര്യം മനസ്സിലായി. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഇതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. അതേപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഒരു വർഷത്തോളം ഈ അമ്മമാർക്കൊക്കെ ശരിക്കും ഭഗവാന്റെ തന്നെ രൂപമാണ് ഇതെല്ലാം. അപ്പോൾ ഈ അമ്മമാർ മക്കളുടെ രൂപം ഇതാണേലും ശരിക്കും ശ്രീകൃഷ്ണനാണ്. അമ്മമാർക്ക് അതിയായിട്ടുള്ള ആനന്ദം, പതിവിലൊരു സുഖം. മക്കളെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ? ഭഗവാനെയാണ് കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കണ്ടപ്പോൾ ബ്രഹ്മദേവന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി. ശരിക്കു പറഞ്ഞാൽ ബ്രഹ്മദേവൻ അഹങ്കാരം കയറിയതാണ്. പ്രഥമസ്കന്ധത്തിൽ ഭാഗവതത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ക്രമം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ സൃഷ്ടിയൊക്കെ നടക്കുന്നത് അവിടെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ഇതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ അമ്മമാർ കുട്ടികളെ പാചകം പഠിപ്പിക്കും. പാചകം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? ആ ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ കുട്ടി അത് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കടുകിടുക അല്ലേ? അത് കുറച്ച് മൂക്കാറാകുമ്പം ഉഴുന്നുപരിപ്പിടുക. ഉഴുന്നുപരിപ്പ് നേരത്തെ ഇട്ടാൽ കരിഞ്ഞു പോകും. ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് കരിവേപ്പില ഇടുക, അത് കഴിഞ്ഞ് ഇതിടുക, തോരനാണെങ്കിൽ അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നെല്ലാം പറഞ്ഞ് ഉണ്ടാക്കും. അടുത്ത ഏതെങ്കിലും പലഹാരം ഉണ്ടാക്കാനാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കും. വീട്ടിൽ അതിഥികൾ വരും. അതിഥികൾ വന്ന് കൊണ്ടുവച്ചിട്ട് അമ്മ പറയും, എല്ലാം അവളാണ് ഉണ്ടാക്കിയത് അല്ലേ? എല്ലാം എൻ്റെ മോളാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഇതിൻ്റെ മുഴുവൻ ഡയറക്ഷൻ എവിടെ നിന്നായിരുന്നു? ഇത് തന്നെയാണ് ബ്രഹ്മദേവൻ്റെ പണി. ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചു വിട്ടതാരാണ്? ഭഗവാൻ. പക്ഷെ കുറേ കാലം ചെയ്തു കഴിഞ്ഞപ്പോഴേ അത് തനിക്കിതൊക്കെ പുഷ്പം പോലെ ചെയ്യാം, ഇതെല്ലാം താനാണ് ചെയ്യുന്നതെന്നൊരു ഭാവം വന്നു, ഈ അഹങ്കാരം. അപ്പോൾ എന്താണ്? ആ ഭഗവാന്റെ സ്ഥാനത്തിന് വില കൊടുത്തില്ല. ഇത് തന്നെ ഇന്ദ്രനും പറ്റി. ബൃഹസ്പതി വന്നപ്പോൾ ഗുരുവിനെ മാനിച്ചില്ല. ബൃഹസ്പതി അപ്രത്യക്ഷമായിട്ട് പോയി അല്ലേ? സ്ഥാനത്തിനെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യം. ഇവിടെ മഹാപെര്യവ ഒരു ചരിതം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. നടമാടും ദൈവം എന്നറിയപ്പെടുന്ന 13-ാം വയസ്സിൽ കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ജഗദ്ഗുരു ആയ ആളാണ്. അപ്പോൾ ഇദ്ദേഹം 13 വയസ്സിൽ ശങ്കരാചാര്യരായി കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ. 15 വയസ്സായപ്പോൾ അവിടുത്തെ കളക്ടർ പെരുവായെ കാണാൻ വന്നു, മഹാപെരുവായ. അപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട ചില ഡോക്യുമെൻസിലൊക്കെ സൈൻ ചെയ്യണം. പെരുവ മൈനറാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് വന്നത്. കളക്ടറോട് വന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് വളരെ വയസ്സായിട്ടുള്ള ഒരു 80 വയസ്സിന് മുകളിൽ തോന്നിക്കുന്ന ഒരാൾ, അങ്ങനെ നടക്കാനൊന്നും അത്ര സുഖമില്ല, പിടിച്ചൊക്കെയാണ് നടക്കുന്നത്.
ആളുകൾ പിടിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം വന്ന ഉടനെ എന്ത് ചെയ്തു? നേരെ സാഷ്ടാംഗം പ്രണമിച്ചു. ഈ കുട്ടിക്ക് എത്രയാണ് വയസ്സ്? 15 വയസ്സ്. ഇതെല്ലാം ഈ കളക്ടർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം അനുഗ്രഹമൊക്കെ മേടിച്ച് തിരിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് കളക്ടർ പറഞ്ഞു, ഇങ്ങനെ 15 വയസ്സല്ലേ ആയുള്ളൂ, അത് മൈനർ ആയതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ പെരുവ ചോദിച്ചു, ഇപ്പോൾ ഇവിടെ ഒരാൾ വന്നത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അദ്ദേഹത്തിന് എത്ര പ്രായം കാണും? 80 വയസ്സ്. എനിക്കോ? അപ്പം 15 വയസ്സ്. അപ്പം നിങ്ങളുടെ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ വന്നിട്ട് 15 വർഷമായി. കളക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഒരു അറിവിൽ പൊതുവെ മുതിർന്നവർ ചെറിയവരെയാണോ ചെറിയവർ മുതിർന്നവരെയാണോ നമസ്കരിക്കുന്നത്? പറഞ്ഞു, മുതിർന്നവരെ ചെറിയവരാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹം നമസ്കരിച്ചത് എന്തിനാണ്? പെരുവർ പറഞ്ഞു, അദ്ദേഹം എൻ്റെ പ്രായത്തിനെയല്ല, ഞാനിരിക്കുന്ന സ്ഥാനത്തിനെയാണ് നമസ്കരിച്ചത്. കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ മഠാധിപതിയാണ് നമസ്കരിച്ചത്, അല്ലേ? ആ സ്ഥാനത്തിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. ഇവിടെ കുന്തിദേവി എൻ്റെ മരുമകനെ എന്നാണോ വിളിച്ചത്? സകല ചരാചരങ്ങളും ബ്രഹ്മാണ്ടങ്ങളും നിയന്ത്രിക്കുന്ന ഭഗവാനായതുകൊണ്ട് ആ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് പറഞ്ഞു? ആദിപുരുഷൻ എന്ന് പറഞ്ഞു. അവിടെയാണ് കുന്തിദേവിയുടെ സ്തുതിയുണ്ട്. കുറേ ഏതാണ് ഓർക്കുന്നില്ല. കൃഷ്ണായ വാസുദേവയുണ്ട്. വേറെണ്ണം ഉണ്ടല്ലോ, നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രേ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള കുന്തിയുടെ ശ്ലോകം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭഗവാനിൽ എത്രമാത്രം തീവ്രമായിട്ടുള്ള ഭക്തിയുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട ആദർശം. ആ ഭക്തി ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ. കുന്തി എന്താ പറഞ്ഞത്? ദുഃഖം വരണേന്നല്ല പ്രാർത്ഥിച്ചത്. വിപത സന്തുന ശശ്വത് അത്ര തത്ര ജഗദ്ഗുരു എന്നാണ്. എനിക്ക് വിപത്തുകൾ ഉണ്ടായിക്കോട്ടെ. വിപത്തുണ്ടാകുന്ന എല്ലാവരും ദുഃഖിക്കുമോ? എല്ലാവരും ദുഃഖിക്കുമോ? ദുഃഖിക്കുന്ന ഒരേ ലെവലിലായിരിക്കുമോ? അല്ലേ? നാരദരമ്മ മരിച്ചു പോയപ്പോൾ കരയുവാണോ ചെയ്തേ? അല്ല, എല്ലാ ബന്ധങ്ങളും അറ്റു എന്ന് വിചാരിച്ചു, അല്ലേ? നമ്മളുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പോൾ വിപത്ത് വന്നോട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ കുന്തി അതിബുദ്ധിശാലിയാണ്. കാരണം കുന്തിക്കറിയാം, വിപത്ത് വന്നാൽ ആര് വരും? കൃഷ്ണൻ വരും. പിന്നെ എന്ത് വിപത്ത് വന്നാൽ എന്താ? കൃഷ്ണൻ രക്ഷിക്കും. പക്ഷെ അപ്പോൾ കൃഷ്ണനെ കാണാനും പറ്റും, ദർശനം കിട്ടും. കൂടുതൽ കാലം ഇവിടെ ചുറ്റിപ്പറ്റി കൃഷ്ണനെ ചുറ്റിപ്പറ്റി കഴിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇത് പ്രാർത്ഥിക്കണമെങ്കിൽ എത്ര കരുത്ത് വേണം? നമ്മളൊന്നും അതിലായിട്ടില്ല കേട്ടോ. നമ്മളുടെ കാര്യം അറിയത്തില്ല, ഞാനെന്താണേലും ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാനത് പ്രാർത്ഥിക്കുന്നില്ല. കാരണം നമുക്കത്രയൊന്നും ഉള്ളൊരു മഹത്വം വന്നിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കുറേ വേദികളിലൊക്കെ കുന്തിസ്തുതി ചൊല്ലുമ്പോൾ കുറച്ചും കൂടിയൊക്കെ പ്രായമായി കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ധൈര്യമൊക്കെ വന്നാലോ. ഇനി അടുത്തതാണ് ഉത്തരാസ്തുതി കഴിഞ്ഞിട്ടാണ് ശരിക്കും ഭാഗവത്തിൽ കുന്തിസ്തുതി. ആദ്യത്തെ സ്തുതി എന്ന് തന്നെ പറയാം. അവിടെ ആ ഒരു അധ്യായം, 8-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ പറയുന്നത് യുധിഷ്ഠിരനും ശ്രീകൃഷ്ണനും സ്ത്രീജനങ്ങളും എല്ലാം ഗംഗയുടെ തീരത്തേക്ക് പോയി തർപ്പണം ചെയ്യുന്നു. സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോയി എന്നാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ബലികർമ്മം ചെയ്യാമോ? ഭാഗവതം പറയുന്നുണ്ട്, സ്ത്രീകളെ മുന്നിൽ നടത്തിക്കൊണ്ടാണ് ഗംഗയുടെ തീരത്തേക്ക് പോയത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സ്തുതികളെല്ലാം ആദ്യത്തേത് ഉത്തരാസ്തുതി കുന്തിസ്തുതിയൊക്കെയാണ്. അപ്പോൾ ഭാഗവതം സ്ത്രീകൾക്കും ഉള്ളതാണ്, സംശയമൊന്നുമില്ല. ഈ ഉത്തരയുടെ ഗർഭത്തിലേക്കാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ചത്, അല്ലേ? ആ സമയത്ത് ഉത്തരയുടെ ആരാണ്? ശ്രീകൃഷ്ണൻ. ഉത്തരയുടെ ഭർത്താവ് അഭിമന്യു. അഭിമന്യുവിൻ്റെ അമ്മ സുഭദ്ര. സുഭദ്രയുടെ സഹോദരനാണ് കൃഷ്ണൻ, അല്ലേ? അപ്പോൾ എത്ര നേരിട്ട് ബന്ധമാണ്, അല്ലേ? പക്ഷേ തൻ്റെ വയറ്റിലേക്ക് ബ്രഹ്മാസ്ത്രം വന്നപ്പോൾ തൻ്റെ ആ അച്ഛൻ്റെ, അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ അച്ഛനാരാ? അർജുനൻ. അർജുനനും ബാക്കി 4 അച്ഛന്മാരും ജീവനോടെ നിൽക്കുമ്പോൾ ഉത്തര ആരെ അഭയം പ്രാപിച്ചത്? നമ്മൾ പറയാറില്ലേ, പിടിക്കുമ്പോൾ പുളിങ്കൊമ്പ് നോക്കി പിടിക്കണം, അല്ലേ? എൻ്റെ സഹോദരനൊരിക്കൽ, ഞങ്ങളെല്ലാം ഭഗവാൻ സത്യസായി ബാബയുടെ വാക്കുകളനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഭക്തരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് ഭഗവാനല്ലേ പറയേണ്ടത്. കാരണം നമുക്കുണ്ടായിരിക്കുന്ന ജീവിതത്തിലെ അനുഭവങ്ങൾ അത്ര മാത്രമാണ്. എൻ്റെ അനുഭവമാണല്ലോ എനിക്ക് വലുത്. എനിക്ക് ആ ആനന്ദം അനുഭവത്തിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ എനിക്കതാണ് ദൈവം, അല്ലേ? നമുക്കെല്ലാം അനുഭവത്തിലൂടെയാണല്ലോ ആനന്ദം ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ എൻ്റെ സഹോദരൻ ഒരു ദിവസം പറഞ്ഞു, എടി മോന് അഡ്മിഷനൊക്കെ നോക്കണം,
ചെന്നൈയിലാണ്. അപ്പോൾ വലിയൊരു സ്കൂളിലാണ് അഡ്മിഷൻ നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സംസ്കാരം അനുസരിച്ചുള്ള ഒരു സ്കൂളാണ് അവിടെ. പക്ഷെ അവിടെ കിട്ടുമോ ഇല്ലയോ എന്ന് പാടാണ്. അപ്പം സഹോദരൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും ഒരു റെക്കമെൻഡേഷനും പോകുന്നില്ല. ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ നമ്മുടെ കൂടെയുണ്ട്. ഞാനൊരു കത്തെഴുതി ഭഗവാൻ സത്യസായി ബാബയുടെ പാദങ്ങളിൽ വെച്ചിട്ടുണ്ട്, ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിടിക്കുവാണെങ്കിൽ പുളിങ്കൊമ്പിലേ പിടിക്കൂ, അത് എനിക്ക് ഭഗവാനാണ്. ഇത് ഉറച്ച് വിശ്വസിച്ചാൽ ഭഗവാന് തഥാസ്തു പറയാതെ പറ്റുമോ? അനുഗ്രഹിക്കാതെ പറ്റുമോ? നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ ഷിർദി സായി ചരിതത്തിൽ ഒരമ്മയുടെ കഥ പറയുന്നുണ്ട്. ഒരു വീട്ടിൽ പിറന്നാളായിട്ട് എന്തോ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി. പക്ഷെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ വന്നു. എല്ലാവർക്കും പരിഭ്രമായി. ഈ മുത്തശ്ശി എന്ത് ചെയ്തു? എല്ലാ പാത്രങ്ങളും തുറന്നിട്ട് ആ എന്താ പറയുക, ഉഥിയില്ലേ, ഷിർദി ബാബയുടെ വിഭൂതിക്ക് ഉഥി എന്ന് പറയുന്നത്, എല്ലാത്തിലും തളിച്ചിട്ട് 3/4 ഭാഗം, ആ ഒരു അരഭാഗം അടച്ചു വെച്ചു. പൂർണ്ണമായിട്ട് തുറക്കരുത്. എന്നിട്ട് എന്താണ്, ഇത് വിളമ്പിക്കോളൂ, തീരുന്നതനുസരിച്ച് ഇതിലുണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ബാബ നമ്മുടെ തല കുനിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇതാണ് ആ സ്ത്രീകളുടെ ഉറച്ച ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ ആ ഉത്തര പ്രാർത്ഥിക്കുന്നുണ്ട്, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാണ്യം തൊത് അഭയം പശ്യേ. എത്ര മൃത്യു പരസ്പരം. എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും എല്ലാവർക്കും മൃത്യു ഉള്ളതാണ്. ശരിയല്ലേ? ആർക്കാ? ഞാൻ ആരെ നോക്കിയാലും, നിങ്ങൾ എന്നെ നോക്കിയാലും നമുക്കെല്ലാവർക്കും മൃത്യുണ്ട്. പിന്നെ എന്താണ്? അഭിദ്രവതി മാമീശ ചരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാംനാഥ മാമേ ഗർഭോ നിപാത്യത. എന്നെ രക്ഷിക്കണം എന്നല്ല, എന്താ പറഞ്ഞത്? എൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കണം. കാരണം പാണ്ഡവ പരമ്പരയിലെ അടുത്ത കുഞ്ഞാണ്. എത്ര വലിയൊരു ആദർശ ധീര വനിതയാണ് നമുക്ക് ഉത്തരയിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആദർശം അല്ലെങ്കിൽ ധൈര്യം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മാനം 6 പാക്കും മസിലും അല്ല. ഭഗവാനോടുള്ള ഭക്തി എത്രമാത്രം ഉണ്ടോ അവരാണ് ശരിക്കു പറഞ്ഞാൽ ഏറ്റവും വലിയ രത്നങ്ങൾ. മഹാപെരിവയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ മഹാപെരിവയ്ക്ക് പറയുന്ന പേര് ഏകസന്ധാരണ ഗ്രാഹി എന്നാണ്. അതായത് ഒറ്റ പ്രാവശ്യം ഒരു കാര്യം കേട്ടാൽ സ്ഥിരമായിട്ട് ഓർത്തിരിക്കും. ശതാവധാനം ചെയ്യുന്നയാളാണ്. ശതാവധാനം എന്ന് പറഞ്ഞാൽ പല ആളുകൾ ഒന്നിച്ചിരുന്നിട്ട് 100 ചോദ്യങ്ങൾ ചോദിക്കുക ഒറ്റയടിക്ക് ഓരോരുത്തരായിട്ട്. ഓർത്ത് വെച്ചിട്ട് ഇത് കഴിയുമ്പോൾ ഓർഡറിൽ മറുപടി പറയും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പെരിവായ്ക്ക് എന്തോ ഒരു ഓർമ്മശക്തിയാണ്. അപ്പോൾ പെരിവ പറഞ്ഞു, ഇതല്ല ഓർമ്മശക്തിയുടെ മാനദണ്ഡം. ഏറ്റവും കൂടുതൽ സമയം ഈശ്വരനെ ആരാണോ സ്മരിക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി. ഒന്നാലോചിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ സമയം ഈശ്വരനെ ആരാണോ സ്മരിക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി. അതുപോലെ തന്നെ ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ സ്മരിക്കുന്നവരാരും വിധവകളല്ല. വിധവകൾ ആരാണ്? ഭഗവാനെ സ്മരിക്കാതിരിക്കുന്നവരാണ് വിധവകൾ. എത്രമാത്രം ചിന്തിക്കാനുള്ളതാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ഈ വളരെയധികം ആഴത്തിലുള്ള ഈ ഉത്തരയുടെയൊക്കെ ഭക്തിയാണ് അവരുടെ ജീവിതത്തിലെ വലിയ ആദർശമായിട്ട്, ധൈര്യമായിട്ട്, കരുത്തായിട്ട് നമ്മൾ കാണേണ്ടത്. ഇനി വന്നു കഴിഞ്ഞാൽ ശാരദാദേവിയിലേക്ക് വരാം. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ചരിതമാണ് ശാരദാദേവിയുടേത്. ശാരദാദേവി ഒരു ജഗത്തിൻ്റെ തന്നെ അമ്മ എന്നുള്ള രീതിയിലാണ് ജീവിച്ചിരുന്നത്. ബയോളജിക്കലായിട്ട് ശാരദാദേവിക്ക് കുട്ടിയുണ്ടോ? ഇല്ല അല്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസർ, ദൈവമേ എന്നെ ഈ ഭൗതിക ലോകത്തെ കൊണ്ട് ചാടിക്കാനാണോ നീ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല, അങ്ങക്ക് എന്താണോ ആഗ്രഹം അതിനെ ഒന്ന് കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രഹ്മചാരിണിയാണ്, സന്യാസിയാണ്, കുമാരിയാണ്, എല്ലാം കൊണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഏതെല്ലാം പദവികളാണ് ശാരദാദേവിക്കുള്ളത്. പക്ഷേ ഒരു വളരെ കരുത്തേറിയ ഒരു സ്ത്രീയെ നമുക്ക് ശാരദാദേവിയിൽ കാണാൻ സാധിക്കും. ആ ശാരദാദേവിയുടെ ചില പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ത്രികരണ ശുദ്ധി എന്നുള്ളതാണ്. ത്രികരണ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ പറയുക, അത് തന്നെ പ്രവർത്തിക്കുക. ഇത് വളരെയധികം ഉണ്ടായിരുന്നു. ശാരദാദേവി എല്ലായ്പ്പോഴും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു, ആ ഒരു ഭാവന ഉൾക്കൊണ്ട് നടക്കുന്നയാളാണ്. ഒരു ദിവസം എന്ത് ചെയ്തു? ശാരദാദേവി ആശ്രമത്തിലിരിക്കുമ്പോൾ ഒരു ബ്രഹ്മചാരി അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു വാരിയിട്ട് എന്ത് ചെയ്തു? ആ ചൂല് അപ്പുറത്തേക്കിട്ടു.
അപ്പോൾ ശാരദാദേവി പറഞ്ഞു, ആ ചൂലിലും ഈശ്വരനുണ്ട്. അതെന്തുകൊണ്ടാണ് ഉപയോഗം കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞത്? അതിനെ ബഹുമാനപൂർവ്വം അവിടെ കൊണ്ട് ചാരി വയ്ക്കുക, അല്ലെങ്കിൽ നാട്ടി വയ്ക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ഈ ആശ്രമത്തിൽ കുസൃതികളായിട്ടുള്ള ധാരാളം പൂച്ചകളുണ്ട്. അപ്പം ഈ ഒരു ചിന്ത വരണമെങ്കിൽ ഉള്ളിൽ എത്രമാത്രം ആഴത്തിലുണ്ട്? നമ്മുടെ മനസ്സിലാണല്ലോ ആദ്യം ഇതെല്ലാം ഉദിക്കുന്നത്. മനസ്സിൽ ഉദിച്ചാലല്ലേ വായിൽ വരാൻ പറ്റും. ധാരാളം പൂച്ചകളുണ്ട്. ഒരു പൂച്ചയെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഒരു ദിവസം ഒരു ബ്രഹ്മചാരിക്ക് ഇതിൻ്റെ ശല്യം സഹിക്ക വയ്യാതെ ഇതിനിട്ടൊരു അടി കൊടുത്തു. ആ സമയം ശാരദാദേവി കണ്ടു. ശാരദാദേവി പറഞ്ഞു, ആ പൂച്ചയിലും ഞാനുണ്ട്, ആ പൂച്ച ഞാനാണ്. വിഭൂതി യോഗം 10-ാം അധ്യായം. ഭഗവാൻ എന്താ പറയുന്നത്? വൃക്ഷങ്ങളിൽ ഞാൻ ആൽവൃക്ഷമാണ്, ആനകളിൽ ഞാൻ ഐരാവതമാണ്, പൂക്കളിൽ ഞാൻ താമരയാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഇതിനെയൊക്കെ ഉപദ്രവിക്കാൻ തോന്നുമോ? കളയാൻ തോന്നുമോ? അപ്പോൾ ശാരദാദേവി ഇത് പറയും. അപ്പം അങ്ങനെ ശാരദാദേവിക്ക് എല്ലാത്തിലും ഈ എന്താ പറയുക, മൃഗങ്ങളിലും മനുഷ്യനിലും എല്ലാം. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിന്നാൽ അവിടെ നിൽക്കുന്നവരെയൊക്കെ വിളിച്ച് മന്ത്രദീക്ഷ കൊടുക്കും. അത്രമാത്രം സ്നേഹമാണ്. എല്ലാവരും വന്ന് നമസ്കരിക്കും കാലിൽ തൊട്ട്. അവസാനം ശിഷ്യന്മാർ പറഞ്ഞു, ദേവി എല്ലാവരും ഇങ്ങനെ കാലിൽ തൊട്ട് നമസ്കരിക്കാൻ സമ്മതിക്കരുത്. എന്തുകൊണ്ടാണ്? എല്ലാ സന്യാസിമാരും കാലിൽ തൊട്ട് നമസ്കരിക്കാൻ സമ്മതിക്കില്ല. എന്താണ്? സ്പർശത്തിലൂടെ ഊർജം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും, അല്ലേ? സ്പർശത്തിലൂടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ എന്താണ്? നമ്മൾ സ്പർശിക്കുമ്പോൾ നമ്മളുടെ പ്രാരബ്ധവും പാപവും നെഗറ്റീവ് എനർജി എല്ലാം അവർക്ക് വരും. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല മഹാന്മാർ അല്ലെങ്കിൽ അവതാരമൊക്കെ ശരീരം വെടിയുമ്പോൾ അവരുടെ കാലിലൊക്കെ വലിയ നീരാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരും ഭഗവാൻ സത്യസായി ബാബയൊക്കെ സമാധിയാകുന്ന സമയത്ത് കാലിൽ വലിയ നീരാണ്. നമ്മളെന്ത് പറയും? ദൈവം എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാലിലെ നീര് പോലും മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയും. ഈ നീരായിട്ട് കിടക്കുന്ന എന്താണ്? നമ്മുടെ പ്രാരബ്ധമാണ്. അപ്പോൾ ശാരദാദേവിയോട് ശിഷ്യന്മാർ പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഈ പ്രാരബ്ധം മുഴുവൻ ഏറ്റെടുക്കരുതേ എന്ന്. ശാരദാദേവി പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ അമ്മയല്ലേ മക്കളെ, ഞാൻ അമ്മയല്ലേ. അമ്മയുടെ ജോലി എന്താ? മക്കളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്ന് പറയുകയാണ്. പക്ഷെ എന്നാൽ ഒരമ്മയുടെ ധർമ്മം എന്ന് പറയുന്നത് ശിക്ഷണവും പോഷണവുമാണ്. പോഷണം മാത്രമല്ല, തെറ്റ് കാണിച്ചാൽ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണല്ലോ ചൂല് വലിച്ചെറിഞ്ഞപ്പം കൊണ്ടുവയ്ക്കാൻ പറയുന്നത്. ഇതുപോലെ പല രംഗങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ബ്രഹ്മാനന്ദ സ്വാമിജികൾ അടുക്കൽ 3 പേര് വന്നു മന്ത്രോപദേശം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജിക്ക് മനസ്സിലായി ഇവർ ശരിയായിട്ടുള്ള ആളുകളല്ല, മന്ത്രോപദേശം കൊടുത്തില്ല. സ്വാമിജി എന്തു പറഞ്ഞു? നേരെ അമ്മയുടെ അടുക്കൽ പറഞ്ഞു വിട്ടു. അമ്മ പൊതുവെ ഒന്നിനെ നിരാകരിക്കുന്ന ആളല്ല, പക്ഷെ അമ്മ മന്ത്രോപദേശം കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അമ്മ ഒന്നിനെ നോ പറയാത്ത ആളാണ്. വീണ്ടും ഒന്നുകൂടി പറഞ്ഞു നോക്കി, അമ്മ സമ്മതിച്ചില്ല. അവസാനം നിരന്തരമായിട്ട് പറഞ്ഞു നോക്കിയപ്പോൾ ഇവരാണ് വെളിയിലിരുന്ന് കരയാനും തുടങ്ങി. അമ്മ കൂടെ മന്ത്രോപദേശം തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടമായി. കാര്യം പറഞ്ഞാൽ ഒത്തിരി കുരുത്തക്കേടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം മന്ത്രോപദേശം കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷെ അമ്മ ഇവിടെ പറഞ്ഞ കാരണം എന്താണെന്നറിയാവോ? ഒരു മകൻ അമ്മയുടെ അടുക്കലേക്ക് ഇങ്ങനെയുള്ളവരെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു, അല്ലേ? ഒരു മകൻ അമ്മയുടെ അടുക്കലേക്ക് യോഗ്യതയില്ലാത്തവരെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു. അത് സ്വാമിജികൾക്കുള്ള ഒരു താക്കീതായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ അമ്മയുടെ ജീവചരിത്രം നോക്കിയാൽ ഒരു ദിവസം ശ്രീരാമകൃഷ്ണ പരമഹംസർ ഉള്ളപ്പോൾ തന്നെ ആശ്രമത്തിലുണ്ടായിരുന്ന 2-3 സ്ത്രീകൾ അമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അമ്മേ ശരിക്കും ഞങ്ങൾക്ക് തോന്നുന്നത് അമ്മയെക്കാളും കൂടുതൽ ഞങ്ങളോട് സ്നേഹം ശ്രീരാമകൃഷ്ണ പരമഹംസർക്കായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, അത് സത്യമാണ്. കാരണം എന്താണ്? അവർ വളരെ എത്ര നിരീക്ഷണം നടത്തി വളരെയധികം ആലോചിച്ചിട്ടാണ് ശിഷ്യന്മാരെ സെലക്ട് ചെയ്തത്. അങ്ങനെ ഗുണമുള്ളവരെ സ്നേഹിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ പുറകിൽ ഉറുമ്പും കൂട്ടം പോലെ ക്യൂ നിൽക്കുന്നതെന്ന്. ക്വാളിറ്റി ഒന്നും നോക്കാതെ എല്ലാവരെയും ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലേ? അപ്പം നമുക്കിഷ്ടമുള്ളവരെ മാത്രം സ്നേഹിക്കാൻ വലിയ ഗുണമൊന്നും വേണ്ട. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അമ്മ ആ ഒരു എന്താ പറയുക ഉദാത്തമായിട്ടുള്ള ഭാവത്തിൽ നിന്ന് ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരികയാണ്. അപ്പോൾ ആ അമ്മയുടെ ഭാവവും ശരിക്കും എത്രമാത്രം ആ ശിക്ഷണവുമുണ്ട്, പോഷണവും എന്ന് പറയുന്ന ഒരു ഭാവം അമ്മയിലുണ്ട്. ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ലേ, അല്ലേ? പലപ്പോഴും അമേരിക്കൻ സംസ്കാരമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളെ വഴക്ക് പറയുന്നത് തെറ്റാണ് നമുക്കൊരു തോന്നലുണ്ട്. അത് ശരിയല്ല. പക്ഷേ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, ഇതും ആകരുത്. കുട്ടികളെ 50-50 ആയിരിക്കണം.
എല്ലായ്പ്പോഴും അടിബഹളം, അല്ലെങ്കിൽ പഞ്ചാര കുട്ടെന്ന് പറഞ്ഞ് സ്നേഹം. അങ്ങനെ ആയിരിക്കരുത്. കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം, സ്നേഹിക്കണം, എനിക്ക് എൻ്റെ കുട്ടനെ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പലതവണ പറയണം. പക്ഷെ അതോടൊപ്പം തെറ്റ് കണ്ടാൽ ശാസിക്കണം. ഇത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തില്ലെങ്കിൽ അമ്മ എന്നുള്ള പദവിക്ക് അർഹയല്ല, സ്ത്രീ എന്ന പദവിക്ക് അർഹയുള്ളൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സംസ്കൃതത്തിൽ പ്രസവിക്കുന്നവൾ എന്നാണ്. പ്രസവിച്ചാൽ അമ്മയാകുമോ? നമ്മുടെ വിചാരം തിരിച്ചാ. സ്ത്രീ എന്ന് പറഞ്ഞാൽ പെണ്ണായിട്ടുണ്ടെങ്കിൽ സ്ത്രീ, അങ്ങനെയല്ല. സ്ത്രീ എന്നാൽ പ്രസവിക്കുന്നവൾ എന്നാണ്. അമ്മ എന്ന് പറഞ്ഞാൽ മാത എന്ന് പറഞ്ഞാൽ മാത്തി ഇത്തി മാത, അളന്നു തൂക്കി പരിപാലിക്കുന്നവൾ. കുഞ്ഞിനെ പ്രസവിച്ചിട്ടാൽ പോരാ, ഓരോ കാലഘട്ടത്തിലും ആ കുഞ്ഞിന് വേണ്ടത് നോക്കിക്കണ്ട് അളന്നു തൂക്കി കൊടുത്ത് പരിപാലിച്ച് വളർത്തിയാൽ മാത്രമേ അമ്മ എന്ന് പറയുന്ന പദവിക്ക് അർഹയായിട്ടുള്ളൂ. ചിലരെ നമ്മൾ കാണുന്നില്ലേ, കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്നു, അല്ലേ, കാമുകൻ്റെ കൂടെ ഒടിച്ചോളിപ്പോയി പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് എന്നൊക്കെ. ഇവരെയൊക്കെ മാതാന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും പറയാൻ സാധിക്കില്ല. 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടിക്ക് കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തൈരും വെണ്ണയൊക്കെ കുറച്ച് കൊടുത്ത്, രണ്ടാമത്തെ ആൾക്ക് വേണ്ട പോലെയൊക്കെ കൊടുത്ത്, 2 കുട്ടികൾക്ക് ഒരേ അളവിലാണ് ആഹാരം കൊടുക്കുക. നോക്കിക്കണ്ട് പരിപാലിച്ചാൽ മാത്രമേ മാതാ എന്ന് പറയാൻ പറ്റൂ. ആ ശിക്ഷണവും പോഷണവും കൊടുത്ത് മക്കളെ വളർത്തിക്കൊണ്ടുവന്നാണ്. എന്തിന്? വിവേകാനന്ദ സ്വാമിജികൾ പോലും അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും മിണ്ടില്ല. ലോകം മുഴുവൻ വിറപ്പിച്ച ആളാണ്. ഒരു ദിവസം ആശ്രമത്തിൽ ഒരാൾ, അവിടെയൊക്കെ നിൽക്കുന്നയാൾ ആശ്രമത്തിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു. വിവേകാനന്ദ സ്വാമികൾക്ക് വല്ലാത്ത കോപം വന്നു. അപ്പം തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ നദി കടന്നപ്പുറത്ത് അമ്മയുടെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. അമ്മ ഇങ്ങനെയൊക്കെയാണ്, എന്നെ തിരിച്ചെടുക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, ബാബുരാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവനോട് പറ ഞാൻ പറഞ്ഞു എന്ന്. ആരോടാ? വിവേകാനന്ദ സ്വാമിയോട് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട്, നദിയെല്ലാം കടന്ന് ഇവർ 2 പേരും കയറി വരികയാണ്. അവനെ കണ്ടപ്പോഴത്തേക്കും വിവേകാനന്ദ സ്വാമിജിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ വന്ന് ഞാനിവിടെ നിന്ന് ഇറക്കി വിട്ടാലേ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുവാണോ എന്നൊക്കെ. അപ്പോൾ ഉടനെ ബാബുരാം പറഞ്ഞു, അല്ല, അത് അമ്മയുടെ അടുക്കൽ പോയി കണ്ടു, അമ്മ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, നിങ്ങൾ ഹൈക്കോർട്ടിൽ പോയായിരുന്നല്ലേ? അവിടെ പോയി. എന്നാൽ ആയിക്കോട്ടെ, അമ്മ പറഞ്ഞാൽ പിന്നെ എന്താ, ഹൈക്കോടതി മുകളിൽ കൊണ്ടുപോയി കൊടുത്തു അല്ലേ നിവേദനം. ഇനി ഇപ്പോൾ കീഴ്ക്കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ വിവേകാനന്ദ സ്വാമിജി പോലും അമ്മയുടെ അടുക്കൽ അങ്ങനെ നിൽക്കുള്ളായിരുന്നു. അപ്പോൾ ഒരു അമ്മയുടെ ധർമ്മം എന്താണെന്ന് ശാരദാദേവിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് അമൃതാനന്ദമയി അമ്മയെപ്പറ്റി പറയാമെന്നാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അമ്മ കാളീദേവിയുടെ അവതാരമാണെന്ന്. ഏത് അവതാരം എടുത്താലും അവതാരത്തിനെ വിശ്വസിക്കുകയും അറിയുന്നവരും ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ എത്ര ഭേദ ഭഗവാൻ സത്യസായി ബാബയുടെ അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിൽ പോയാൽ എന്തോരു തിരക്കാ. ശ്രീകൃഷ്ണൻ അവതാരം എടുത്തപ്പോഴോ നമുക്ക് ശ്രീകൃഷ്ണനെ അവതാരമുള്ളൂ വിശ്വാസം. എത്ര പേരാണ് ഭഗവാനെ വിശ്വസിച്ചത്? കുറേ ഗോപികമാർ, പഞ്ചപാണ്ഡവർ, ഒരു ദ്രൗപദി, അക്രൂരൻ, ഉദ്ധവർ. വളരെ ദയനീയമായിരുന്നു ഭഗവാന്റെ അവസ്ഥ. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. ഭഗവാനെ തിരിച്ചറിയണമെങ്കിൽ, അവതാരം അവതരിച്ചിരിക്കുമ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ പൂർവ്വജന്മ സുകൃതം വേണം. പലരും പറയും, യോ സായിബാബ ഉണ്ടായിരുന്നപ്പോൾ പോയി കാണാൻ പല അവസരം വന്നതാണ്, ഞാൻ പോയില്ല, പക്ഷേ അവിട്ടം വരെ പോയിട്ട് തിരിച്ചു വന്നു. എന്താണെന്നറിയോ? എന്നാലിത് കള്ളത്തരമെങ്ങാനും ആണെങ്കിലോ, നാളെ എന്തെങ്കിലും ഇവർ കള്ളത്തരം കാണിച്ചു എന്ന് പത്രത്തിൽ വന്നാൽ ഞാനവിടെ പോയതായിട്ട് ആൾക്കാരറിഞ്ഞാൽ നാണക്കേടല്ലേ? അവസാനം എന്താണ്? സമാധിയായി കഴിഞ്ഞ് ഫോട്ടോ എല്ലാം വെക്കുമ്പോഴാണ് വിഷമം. സമാധിയായി കഴിഞ്ഞാൽ നല്ല ധൈര്യമാണ്, എല്ലാവർക്കും അവതാരമാണെന്ന് പറയാം. കാരണം ഇനി തിരിച്ചു വന്ന് കുരുത്തക്കേട് ചെയ്യില്ലല്ലോ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ തിരിച്ചറിഞ്ഞ് അവരുടെ പാദത്തിൽ വീണ് അവരുടെ പാത പിന്തുടരണമെങ്കിലോ പൂർവ്വജന്മ സുകൃതം വേണം, അസാമാന്യ കരുത്ത് വേണം. ആ അമൃതാനന്ദമയി അമ്മ ഒരു ദിവസം അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളും പറഞ്ഞ് പുസ്തകം എഴുതിയ ഒരു ഫോറിൻ ലേഡിയെ പറ്റി കേട്ടിട്ടില്ലേ? ഈ ഒരു സ്ത്രീ അമ്മയുടെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പക്ഷി മുറിവേറ്റ് അമ്മയുടെ മുന്നിൽ വന്ന് വീണു. അമ്മയ്ക്കാണെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണല്ലേ. അമ്മ എന്ത് ചെയ്തു? വേഗം അതിനെ എടുത്ത്, അയ്യോ അത് ഇങ്ങനെ ചോര ഒലിപ്പിക്കുന്നുണ്ടല്ലോ, വേഗം അതിനെ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്രഹ്മചാരിണി എടുക്കാൻ പോയപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഓട്ടിപ്പോയി ഒരു ടവലെടുത്ത് അമ്മയുടെ മടിയിൽ വിരിച്ചിട്ടു.
ഇത് കണ്ടപ്പോഴത്തേക്ക് ആ കാളിയുടെ രൂപം വന്നു. എന്തിനു വേണ്ടിയിട്ട് അവർ ചെയ്തതെന്നറിയാവോ? അവരാണ് അമ്മയുടെ സാരി ഇന്ന് നനയ്ക്കുന്നത്. ഈ പക്ഷിയെ കൊണ്ട് മടിയിലിരുത്തിയാൽ ഈ ചോരക്കറ മുഴുവനാവും. താൻ ഇത് മുഴുവൻ കഷ്ടപ്പെടണം. അമ്മ ചോദിക്കുന്നു, നിനക്കെങ്ങനെ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നു? ഒരു ജീവൻ, ഒരു ജീവി പ്രാണന് വേണ്ടി പിടയ്ക്കുമ്പോൾ നീ നിൻ്റെ സ്വാർത്ഥതയെപ്പറ്റി ചിന്തിച്ചല്ലോ, നിൻ്റെ മനസ്സിൽ അതിനെ നോക്കൂ, അത് വേദനിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നിനക്കെങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിച്ചു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലേ? എത്ര വലിയ പാഠമാണ് അമ്മയൊക്കെ നമുക്ക് തരുന്നത്, എത്രയോ ഉദാഹരണങ്ങളിലൂടെ. അപ്പോൾ ആ കാളിദേവി ഇവിടെ ഇതുപോലെ അവതാരമെടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് അത് വളരെയധികം പറയാൻ സമയമില്ല. ഇനി ഇങ്ങനെയുള്ളവർ മാത്രമാണോ ദേവിയുടെ അവതാരങ്ങൾ? നമ്മളിൽ എല്ലാവരും ഈശ്വരൻ്റെ അംശമുണ്ട്, അല്ലേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞു, ആ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്, അല്ലേ? ഡി ഗുഗേഷ് എന്താ പറയുക, ആ ട്രോഫിയിൽ മുത്തമിട്ടപ്പോൾ നമുക്കുണ്ടായ അഭിമാനം, അല്ലേ? എൻ്റെ ഇളയ മോളാണെങ്കിൽ വളരെയധികം ചെസ്സ് ഫോളോ ചെയ്യുന്നയാൾ. അവസാനം എനിക്ക് ടെൻഷനായിപ്പോയി, ദൈവമേ ഇതെങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്താകും? സ്കൂളിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും വന്ന് കയറുമ്പോഴേ അമ്മ സ്കോർ എന്താ, എത്രയായി, എന്താ അവസ്ഥ, ഇതാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവസാനം ഞങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാക്കി അവൾ മാറ്റി. അതോടുകൂടി അവൾക്ക് തൃപ്തിയായി. ഇപ്പോൾ അവളെക്കാട്ടും കൂടുതൽ അവസാനം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ചെറുപ്പത്തിൽ ഏതോ 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഏറ്റവും യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ, വേൾഡ് ചെസ് ചാമ്പ്യൻ ആകണം. അത് പറയുന്ന സമയത്തും അവൻ്റെ നെറ്റിയിൽ വിഭൂതിയുണ്ട്. ഇന്നും ഏത് കളിയിൽ നോക്കിയാലും അവൻ്റെ നെറ്റിയിൽ ആ വിഭൂതിയുണ്ട്. പ്രജ്ഞാനാനന്ദ ചെസ് പ്ലെയറാണ്, ഒളിമ്പിക്സിൽ ഇവരെല്ലാം മെഡൽ നേടിയതാണ്. ആ ചന്ദനക്കുറി കാണും. പക്ഷേ നമ്മുടെ കുട്ടികളെ പലപ്പോഴും അമ്പലത്തിലേക്ക് നമ്മൾ രാവിലെ പറഞ്ഞു വിടും, പോകും, തിരിച്ച് ചന്ദനമൊക്കെ തൊട്ട് വരും. സ്കൂളിൽ പോകാറാകുമ്പോഴോ പതുക്കെ അതെല്ലാം മായ്ച്ചിട്ട് പോവും. എന്നാൽ അതൊരു അടയാളമാണ്. എന്നാൽ ആ ടാറ്റു എന്ന് പറയുന്ന അടയാളം എവിടെ കുത്താനും ഒരു മടിയില്ല, അല്ലേ? പക്ഷേ ഇത് കുത്തി എന്ന് വെച്ച് അവൻ്റെ സംസ്കാരത്തിനോ അവനെ ബഹുമാനിക്കുന്നതിനോ കുറവ് വന്നോ? ലോകം മുഴുവൻ അവൻ്റെ മുന്നിൽ നമസ്കരിച്ചില്ലേ? പക്ഷേ അപ്പോഴും അവൻ ഇൻ്റർവ്യൂവിന് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിനക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നു? നിനക്ക് ഇത്ര ഒരു മൂല്യമുള്ള കുട്ടിയായിട്ട് വളരാൻ പറ്റുന്ന എങ്ങനെ? അപ്പോൾ എന്തോ ചെസ്സിൽ ചെറിയൊരു കള്ളക്കളി നടത്താൻ അവസരം കിട്ടിയാൽ ഏത് ഇതായിരിക്കും മാറ്റുക എന്ന് ചോദിച്ചു. ഒട്ടനെ അവൻ പറഞ്ഞു, ഞാനത് ചെയ്യുകയില്ല. മറ്റേവൻ പറഞ്ഞു, ഈ കളിയിൽ എനിക്ക് ചാൻസ് പോയില്ലേ, അടുത്തതിന് ഞാൻ നോക്കാമെന്ന് ചൈനക്കാരൻ പറഞ്ഞു. പക്ഷേ ഇവനെന്ത് പറഞ്ഞു? ഞാനത് ചെയ്യുകയില്ല. അപ്പോൾ അവർ ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത്ര മൂല്യബോധമുള്ളൊരു കുട്ടിയായിട്ട് വളരാൻ പറ്റിയത്? അവൻ പറഞ്ഞു, എൻ്റെ അമ്മ ചെറുപ്പത്തിലെ എനിക്ക് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ പറഞ്ഞാണ് വളർത്തിയത്. പക്ഷേ എൻ്റെ അമ്മ എല്ലായ്പ്പോഴും പറയും, നീ ലോക ചെസ് ചാമ്പ്യനാകുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്, അഭിമാനമാണ്. പക്ഷേ എനിക്ക് അതിലേറെ സന്തോഷം നീ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ജനം പറയുമ്പോഴാണ് എന്ന്. അതായത് പലപ്പോഴും നമ്മുടെ ആചാര്യന്മാർ പറയും, പൊതുജനം ഒരു മാതാപിതാക്കളോട് പറയുകയാണ്, അമ്മയുടെ മകൾ അല്ലെങ്കിൽ മകൻ, അല്ലേ, വളരെ നല്ല കുട്ടിയാണ്, മാതൃക ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ആ കുട്ടിയുടെ യഥാർത്ഥ ജന്മദിനം എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അമ്മയുടെ അച്ഛൻ്റെയും കുട്ടിയാകുന്നത് ആ സമയത്താണ്. ആരംഗീകരിക്കണം? സമൂഹം അംഗീകരിക്കണം, അല്ലേ? അപ്പോൾ ആ അമ്മ പറഞ്ഞു കൊടുത്തത് എന്താണ്? ചെറുപ്പത്തിലെ നീ എത്ര വലിയവനും എത്ര ട്രോഫി കിട്ടുന്നവനും ആയിക്കൊള്ളട്ടെ, എന്ത് വേണം? നീ ഒരു നല്ല മനുഷ്യനായിട്ട് അപ്പോഴും ഇരിക്കണം. അതാ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ അവനത് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഇടയിലും ഇങ്ങനെയുള്ള അമ്മമാരുണ്ട്. നമുക്കും അതിനായിട്ട് മാറാനായിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കാം. കാരണം എന്താണ്? നമ്മുടെ വഴികാട്ടികൾ ഈ ആദർശധീര വനിതകളല്ലേ. ഇവർ നമ്മുടെ മുന്നിലുള്ളപ്പോൾ, ഇവരുടെ അനുഗ്രഹമുള്ളപ്പോൾ നമ്മളെന്തിനു വിഷമിക്കണം? അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു സൂത്രപ്പണി ചെയ്താൽ മതി. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോഴോ വണ്ടിയിൽ കാറോടിച്ചു പോകുമ്പോഴോ എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോഴോ ഇവരുടെയൊക്കെ പേരോർത്ത് ഒന്ന് നമസ്കാരം പറയണം മനസ്സിൽ. ആ ദ്രൗപദി ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, അല്ലേ? ദ്രൗപദിയുടെ ഭക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ്രൗപദിയും സീതാദേവിയും തമ്മിൽ സാമ്യമുണ്ട്. 2 പേരെയും ഭർത്താക്കന്മാർ സ്വീകരിച്ചത് അമ്പ് ചെയ്ത് പരീക്ഷണത്തിലൂടെയാണ്, ശരിയല്ലേ? അർജുനൻ സ്വീകരിച്ചതും സീത സ്വീകരിച്ചതും.
പക്ഷെ അവരുടെ ഭക്തി. അപ്പോൾ എന്ത് വേണം? ആ ദ്രൗപദീ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, ആ സീതാദേവിക്കായിക്കൊണ്ട് നമസ്കാരം, അതുപോലെ ആ അരുന്ധതി ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, ആ ഉത്തര ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, കുന്തി ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഒരു ദിവസം ഒരു 5 പേരെ മനസ്സിൽ നമസ്കരിക്കൊന്നും വേണ്ട. ഇനി മുട്ടും കാലും ഒന്നും നമുക്ക് വഴങ്ങുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, ക്ഷേത്രത്തിൽ പോയി കാറ്റുകൊണ്ടിരിക്കുമ്പോൾ, കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പാടില്ലേ? ഈ ചിന്ത അവരിലേക്ക് എത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളിവിടെ ഇരുന്ന് സ്മരിച്ചാൽ അവിടെ എത്തും. ഒരൊറ്റ ചരിതം കൂടി പറഞ്ഞ് സമാപിപ്പിക്കാം. ഒരിക്കൽ പുട്ടപർത്തിയിൽ ഭഗവാൻ സത്യസായി ബാബയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു അമ്മ, വയസ്സായ അമ്മയാണ്. അപ്പോൾ സ്വാമി കിടക്കുന്ന സ്ഥലത്തേക്ക് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അമ്മ പതുക്കെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാൻ തുടങ്ങും. മുറിയിലോ മരത്തിൻ്റെ ചോട്ടിലോ എവിടെയോ. അപ്പോൾ കിടക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഓം ശ്രീ സായിരാ എന്ന് പ്രാർത്ഥിക്കും. അപ്പം ഇവരെന്ത് ചെയ്തു? ഓം ശ്രീ സായിരാ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ എന്നെ വിളിച്ചത്? അമ്മ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചല്ലോ, ഞാൻ കേട്ടല്ലോ, നീ ഓം ശ്രീ സായിരാം പറഞ്ഞല്ലോ. അപ്പോൾ സ്വാമി, അത് എൻ്റെ ഒരു ശീലമാണ്. അപ്പം നീ വിചാരിക്കുന്നത് ഈ ഓം ശ്രീ സായിരാം എന്ന് പറയുന്നത് വെറുതെയാണെന്നാണോ? നീ എപ്പോൾ എൻ്റെ നാമം ഉച്ചരിക്കുന്നുവോ അവിടെ എൻ്റെ സാന്നിധ്യമുണ്ടാവും. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞത്. എവിടെ ഭഗവാന്റെ നാമം ജപിക്കുന്നുവോ അവിടെ ഭഗവാന്റെ ആ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉത്തരാദേവിയും കുന്തിദേവിയൊക്കെ സ്മരിക്കുമ്പോൾ അവരുടെ ആ ഒരു തേജസ്സും കരുത്തും നമ്മളിലേക്കുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ അനുഗ്രഹവും നമുക്കുണ്ടാകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അവസാന ശ്വാസം വരെ ഈ സനാതനധർമ്മത്തിൽ ഉറച്ച് പ്രവർത്തിക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തല ഉയർത്തി ആ സനാതനധർമ്മം അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നും അമ്പലത്തിൽ പോകുന്നതിൽ എനിക്ക് ഒരു നാണക്കേടില്ല എന്നും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള എന്നെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടട്ടെ എന്നുള്ള കരുത്തും കാണിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. അതോടൊപ്പം എനിക്ക് പ്രഭാഷണത്തിനായി ഇവിടെ അവസരം ഒരുക്കി തന്ന സ്വാമിജിയാണ് എന്നെ കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അതുപോലെ എല്ലാ സ്വാമിജിമാരോടും അധ്യക്ഷനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.